സ്വാഗത പ്രാസംഗികൻ ഇവിടെ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ രാജ്യം അതിൻ്റെ രൂപീകരണത്തിൻ്റെ ചരിത്രത്തെക്കുറിച്ചും അത് മുന്നോട്ട് വയ്ക്കുന്ന അടിസ്ഥാന ആശയങ്ങളെക്കുറിച്ചും സ്വയം ഓർമ്മപ്പെടുത്തേണ്ട, പുതിയ തലമുറയെ പഠിപ്പിക്കേണ്ട ഒരു കാലഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നത്. റിപ്പബ്ലിക് ദിനത്തോടനുബന്ധിച്ചാണ് നമ്മളിവിടെ കൂടിയിട്ടുള്ളത്. 1947 ഓഗസ്റ്റ് 15 ഇന്ത്യ സ്വതന്ത്രമായെങ്കിലും അതൊരു പരമാധികാര രാഷ്ട്രം സ്വന്തമായി അഡോപ്റ്റ് ചെയ്ത ഒരു ഭരണഘടനയും നിയമ സംവിധാനവും അനുസരിച്ച് പ്രവർത്തിക്കുന്ന രാഷ്ട്രം എന്ന നിലയ്ക്ക് സ്വയം മാറുന്നത് 1950 ജനുവരി 26 ഈ ദിവസം ജനുവരി 26 തിരഞ്ഞെടുക്കാൻ ഒരു പ്രത്യേകതയുണ്ടായിരുന്നു. 1949 ഇന്ത്യയുടെ ഭരണഘടനാ നിർമ്മാണ സഭ നമ്മുടെ ഭരണഘടനയുടെ അന്തിമ രൂപം ചർച്ച ചെയ്ത് അംഗീകരിച്ചതാണ്. എന്നാൽ ജനുവരി 26 ഇന്ത്യ ആദ്യമായി പൂർണ്ണ സ്വരാജ് എന്ന സങ്കല്പത്തെ ഇന്റർനാഷണൽ കോൺഗ്രസ് ഉയർത്തിപ്പിടിച്ച ജനുവരി 26 തന്നെ ഈ ഭരണഘടന അംഗീകരിച്ച് നമ്മളൊരു സോവറൈൻ സ്റ്റേറ്റായി മാറുന്ന ദിനമായിരിക്കണം എന്ന് തീരുമാനിക്കുകയായിരുന്നു. ഞാൻ കേട്ടിട്ടുള്ളതിൽ വെച്ച് ഇന്ത്യയുടെ കഥകളിൽ ഏറ്റവും മനോഹരമായ ഒരു കഥ നമ്മുടെ ഭരണഘടനയുടെ കഥയാണ്. ഭരണഘടനയുടെ രൂപീകരണവും അതിന് പിന്നിലുണ്ടായിരുന്ന ആശയ സംഘർഷങ്ങളുടെ വൈപുല്യവും അതിനു മുന്നിൽ പ്രവർത്തിച്ചവരുടെ സമർപ്പണവും അവരനുഭവിച്ച കഷ്ടതകളും എല്ലാം ചേരുന്ന കഥ എന്നത് നമ്മുടെ രാഷ്ട്രം ഇന്ന് വരെ ഈ അവസ്ഥയിൽ ഒരു ജനാധിപത്യ സംവിധാനമായി രൂപപ്പെട്ടതിൻ്റെ കഥ കൂടിയാണ്. വളരെ പെട്ടെന്ന് തിരക്ക് പിടിച്ച് ഒരു ജനാധിപത്യ സംവിധാനമായി മാറുകയായിരുന്നില്ല നമ്മൾ ചെയ്യുന്നത്. പലപ്പോഴും പല രാജ്യങ്ങളും ഒരു ജനാധിപത്യത്തിലേക്ക് മാറുന്നത് ഒരു വിപ്ലവത്തിന് ശേഷമായിരിക്കും. രക്തരൂക്ഷിതമായ ഒരു വിപ്ലവത്തിന് ശേഷം നിലവിലുണ്ടായിരുന്ന സംവിധാനത്തെ അല്ലെങ്കിൽ രാജാവിനെ ഇല്ലായ്മ ചെയ്തതിന് ശേഷം ഒരു പാർലമെൻറ്റ് വരുന്നു, വളരെ പെട്ടെന്ന് ഭരണഘടന രൂപീകരിക്കുന്നു, അങ്ങനെ ജനാധിപത്യ സംവിധാനത്തിലേക്ക് മാറുന്നു. അത്തരത്തിലുള്ള ഒരു ചരിത്രമല്ല നമ്മുടേത്. വളരെ സാവധാനം, വളരെയധികം ചർച്ചകൾക്ക് ശേഷം നമുക്ക് അനുയോജ്യമായ സംവിധാനം എന്തായിരിക്കുമെന്ന് വളരെ ശ്രദ്ധയോടെ അവധാനതയോടെ തിരഞ്ഞെടുത്ത് അതിലേക്ക് മാറുകയാണ് നമ്മൾ ചെയ്തത്. അതുകൊണ്ടാണ് 2 വർഷവും 11 മാസവും 18 ദിവസവും ഈ ഭരണഘടന രൂപീകരിക്കുന്നതിന് വേണ്ടി നമ്മൾ 165 ദിവസം ഈ ഭരണഘടനാ നിർമ്മാണ സഭയിലെ 290-ലേറെ മനുഷ്യർ കൂടിയിരുന്ന് ഭരണഘടനയിലെ ഓരോ വാക്കും വാചകവും വകുപ്പും അനുച്ഛേദവും ഇഴചീന്തി ചർച്ച ചെയ്ത് തീരുമാനമെടുത്ത് മുന്നോട്ട് പോയാണ് അതിൻ്റെ അന്തിമ രൂപത്തിലേക്ക് എത്തിയത്. അങ്ങനെ രൂപീകരിച്ച ഭരണഘടനയ്ക്ക് 395 അനുച്ഛേദങ്ങളുണ്ടായിരുന്നു. ഇപ്പോൾ അത് 470-ലേറെയായി. അങ്ങനെ 22 ഭാഗങ്ങളായി എഴുതി തയ്യാറാക്കിയ ലോകത്തിലെ ഏറ്റവും വലിയ ഭരണഘടനയാണ് ഈ 3 വർഷം കൊണ്ട് നമ്മൾ രൂപീകരിച്ചത്. അപ്പോൾ ഡോക്ടർ അംബേദ്കറോട് ചോദിക്കേണ്ട ഇത്ര വലിയ ഭരണഘടന എന്തിനായിരുന്നു എന്ന്. അതല്ലാതെ മറ്റെന്തു മാർഗമായിരുന്നു ഞങ്ങളുടെ മുമ്പിൽ ഉണ്ടായിരുന്നത് എന്നാണ് അദ്ദേഹം മറുപടി പറഞ്ഞത്. ഇത്രയേറെ വൈവിധ്യങ്ങളുള്ള, ഇത്രയേറെ സാംസ്കാരികവും ഭാഷാപരവും വിശ്വാസപരവുമായ വൈവിധ്യങ്ങളും വലിയ വിസ്തൃതമായ പ്രദേശങ്ങളുമെല്ലാം ഉൾക്കൊള്ളുന്ന ഒരു രാജ്യത്തെ ജനാധിപത്യ സംവിധാനമായി മാറ്റുന്നതിനുള്ള ഒരു മാർഗനിർദ്ദേശക രേഖ കൂടി ആയിട്ടാണ് നമ്മൾ ഭരണഘടനയെ, നമ്മുടെ ഭരണഘടനാ ശില്പികൾ വിഭാവനം ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമ്മളൊന്ന് ആലോചിക്കണം. ഇന്ന് നമ്മുടെ രാജ്യത്ത് പല നിയമങ്ങളും അർദ്ധരാത്രിയിൽ ആരും ചർച്ച ചെയ്യാതെ 3 മിനിറ്റ് കൊണ്ടും 4 മിനിറ്റ് കൊണ്ടുമാണ് നമ്മുടെ രാജ്യത്തെ ഏറ്റവും അടിസ്ഥാന വർഗത്തെ സ്വാധീനിക്കുന്ന, അവരുടെ ജീവിതത്തെ നിർണ്ണയിക്കുന്ന പല തീരുമാനങ്ങളും നമ്മുടെ പാർലമെൻറ്റിൽ എടുക്കുന്നത്. എന്നാൽ അതിഭീമമായ ഭൂരിപക്ഷം ദേശീയ പ്രസ്ഥാനത്തെ അന്ന് നയിച്ച ഇന്റർനാഷണൽ കോൺഗ്രസ്സിലുണ്ടായിരുന്ന നിയമനിർമ്മാണ സഭയിൽ
നമ്മുടെ ഭരണഘടനാ ശില്പികളുടെ, അന്നത്തെ ദേശീയ പ്രസ്ഥാനത്തെ നയിച്ച നേതാക്കളുടെ വിശാലമായ കാഴ്ചപ്പാടിൻ്റെയും നമ്മുടെ രാജ്യത്തോടുള്ള, അവിടുത്തെ ജനതയോടുള്ള, അതിൻ്റെ വൈവിധ്യത്തോടുള്ള, അതിൻ്റെ സ്വഭാവ സവിശേഷതകളോടുള്ള അഗാധമായ പ്രണയത്തിൻ്റെയും ഒരു പ്രതിഫലനം കൂടിയായി സമൂഹത്തിൻ്റെ എല്ലാ മേഖലകളിൽ നിന്നുമുള്ള പ്രാതിനിധ്യം ഉണ്ടാകണമെന്ന് ഉറപ്പുവരുത്തുകയും എല്ലാ മേഖലകളിൽ നിന്നും എല്ലാ വിഭാഗങ്ങളിൽ നിന്നുമുള്ള മനുഷ്യരുടെ അഭിപ്രായങ്ങൾ കേട്ട് അവരുടെ കൂടി താല്പര്യങ്ങൾ കണക്കിലെടുത്തുകൊണ്ട് മാത്രമായിരിക്കണം നമുക്കൊരു ജനാധിപത്യ സംവിധാനത്തിലേക്ക് നടന്നെടുക്കേണ്ടത് എന്ന ഉറച്ച തീരുമാനമെടുക്കുകയും ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ എല്ലാ വിഭാഗങ്ങളിൽ നിന്നും, നമ്മുടെ നാട്ടുരാജ്യങ്ങളിൽ നിന്ന് പ്രതിനിധികളുണ്ടായിരുന്നു, CPI ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ പാർട്ടികളിൽ നിന്നുള്ള പ്രതിനിധികളുണ്ടായിരുന്നു, ന്യൂനപക്ഷ വിഭാഗങ്ങളിൽ നിന്നുള്ള പ്രതിനിധികളുണ്ടായിരുന്നു, സ്ത്രീ പ്രതിനിധികൾ 15ഓളം ആളുകളുണ്ടായിരുന്നു. ഈ പ്രാതിനിധ്യമെല്ലാം ചെറിയ തോതിലാണ് എന്ന് പറയുമ്പോഴും അവർക്ക് ഈ പ്രാതിനിധ്യത്തിൻ്റെ നിന്ന് അതീതമായ ആനുപാതികമായി നമ്മൾ പരിശോധിച്ചാൽ അതിലതീതമായ അവസരവും അവരുടെ വാക്കുകൾക്ക് അതിലേറെ വിലയും ഈ ഭരണഘടനാ നിർമ്മാണ സഭയിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ രാജ്കുമാരി അഹമ്മദ് കൗർ അല്ലെങ്കിൽ ദുർഗാഭായ്, അങ്ങനെ ഒരുപാട് സ്ത്രീകൾ ഭരണഘടനയുടെ നിർമ്മാണ പ്രക്രിയയിൽ വളരെ പ്രധാനപ്പെട്ട പല ഇടപെടലുകളും നടത്തിയിട്ടുണ്ട്. കേരളത്തിൽ നിന്ന് ദക്ഷായണി വേലായുധൻ ഒരു ദളിത് സ്ത്രീ കൂടിയായിരുന്നു. ഭരണഘടനാ നിർമ്മാണ സഭയിലുണ്ടായിരുന്ന ഏക ദളിത് സ്ത്രീ ആയിരുന്നു. അതുപോലെ തന്നെ മുസ്ലിം പ്രാതിനിധ്യം, അങ്ങനെ എല്ലാ വിഭാഗത്തിൽ നിന്നുമുള്ള ആളുകളുടെ അഭിപ്രായങ്ങൾ ഒത്തുചേർന്ന ഒരു സംവിധാനമായി ഇത് മാറുകയും അങ്ങനെ ബൃഹത്തായ ഒരു ഭരണഘടനയ്ക്ക് രൂപം നൽകുകയും ചെയ്തു എന്നുള്ളതാണ്. ഈ ഭരണഘടന എന്ന വാക്ക് അല്പം കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നൊരു വാക്കാണ്. അത് മലയാളത്തിലാണ് അതിൻ്റെ പ്രശ്നം. ഈ ഇംഗ്ലീഷിൽ നമ്മളതിനെ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയാം. മലയാളത്തിൽ ഭരണഘടന എന്ന് പറയുമ്പോൾ അതൊരു പുസ്തകമാണ് എന്ന് നമുക്കൊരു തോന്നലുണ്ടാകും. ഒരു പുസ്തകം എന്ന് പറഞ്ഞാൽ ഒരു രാജ്യം എങ്ങനെ നിലനിൽക്കണം, അതിലെ രാഷ്ട്രീയ തെരഞ്ഞെടുപ്പുകൾ എങ്ങനെ നടത്തണം, അവിടുത്തെ ഭരണം എങ്ങനെ തീരുമാനിക്കണം, അതിനുള്ള പരിപാടികളൊക്കെ വിശദീകരിക്കുന്ന ഒരു കൈപ്പുസ്തകമാണ് ഭരണഘടന എന്നൊരു തെറ്റിദ്ധാരണ നമുക്കുണ്ടാകും. അല്ലെങ്കിൽ ഒരു ഗവൺമെൻറ്റിന് എന്തൊക്കെ ചെയ്യാൻ കഴിയും എന്ന തരത്തിലുള്ള അവകാശങ്ങൾ, അധികാരങ്ങൾ നൽകുന്ന ഒരു പുസ്തകമാണ് എന്ന തെറ്റിദ്ധാരണയും നമുക്കുണ്ടാവും. യഥാർത്ഥത്തിൽ ഭരണഘടന അങ്ങനെയൊരു പുസ്തകമല്ല. ഭരണഘടന ഒരു പ്രക്രിയയാണ്. കോൺസ്റ്റിറ്റ്യൂഷൻ എന്നത് ഒരു നാമം എന്നതുപോലെ തന്നെ ഒരു ക്രിയ കൂടിയാണ്, ഒരു നിർമ്മാണ പ്രക്രിയയാണ്. ഒരു രാഷ്ട്രത്തിൻ്റെ നിർമ്മാണത്തെ, ഒരു രാഷ്ട്രത്തെ എങ്ങനെ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യാം എന്ന് തീരുമാനിക്കുന്ന ഒരു സംവിധാനത്തെയാണ് കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയാം. അങ്ങനെ നമ്മുടെ രാജ്യം വൈദേശികാധിപത്യത്തിൽ നിന്നും മോചനം നേടിയതിന് ശേഷം ഏത് രൂപത്തിലായിരിക്കണം മുന്നോട്ട് പോകേണ്ടത് എന്ന് തീരുമാനിക്കുകയും അതിനൊരു മാർഗരേഖ ഉണ്ടാക്കുകയും ചെയ്തു. ആ പ്രക്രിയയ്ക്കാണ് യഥാർത്ഥത്തിൽ കോൺസ്റ്റിറ്റ്യൂഷൻ. അതൊരു നാമത്തിലുപരി ഒരു പ്രക്രിയ കൂടിയാണ്. ഒരു ജനാധിപത്യ സംവിധാനമായി നമ്മുടെ രാജ്യത്തെ മാറ്റി തീർക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു മാർഗരേഖ കൂടിയാണ്, ഒരു രാഷ്ട്രീയ ദർശനം കൂടിയാണ് എന്നുള്ളതാണ്. അങ്ങനെ ഒരു രാഷ്ട്രീയ ദർശനമായി നമ്മുടെ ഭരണഘടനയെ തീരുമാനിക്കും. എന്തായിരിക്കണം ഒരു രാഷ്ട്രം എന്ന നിലയിൽ നമ്മുടെ നിലപാട്, നമ്മുടെ നയം എന്തായിരിക്കണം, രാജ്യത്തെ ജനങ്ങളോട് എന്ത് സമീപനമായിരിക്കണം നമ്മൾ സ്വീകരിക്കേണ്ടത്, ഇന്ന് രാജ്യത്ത് നിലനിൽക്കുന്ന പ്രശ്നങ്ങളെ എങ്ങനെ അഭിമുഖീകരിക്കണം, അതിനെ എങ്ങനെ മറികടക്കണം, ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളുടെ ഒരു കൂടിയാലോചനകൾക്ക് ശേഷമാണ് ഇതുണ്ടായത്. ആദ്യമായി നമ്മുടെ രാജ്യത്തെ ജനങ്ങൾ പ്രജകളിൽ നിന്ന് പൗരന്മാരായി തീർന്ന ഒരു സന്ദർഭം കൂടിയാണിത്. അതിനു മുമ്പ് രാജഭരണത്തിന് കീഴിൽ അല്ലെങ്കിൽ വൈദേശിക ആധിപത്യത്തിന് കീഴിൽ നമ്മളെല്ലാം പ്രജകളായിരുന്നു. സ്വാതന്ത്ര്യലബ്ധിക്ക് ശേഷം ഭരണഘടന നിലവിൽ വന്നതിന് ശേഷമാണ് നമ്മൾ പൗരരാകുന്നത്. അത് രണ്ടും വെറുതെയുള്ള വാക്കുകളല്ല. പ്രജകളെന്ന് പറയുന്നത് ഒരു ഭരണ സംവിധാനത്തിൽ രാജാവിൻ്റെ ഇച്ഛയ്ക്കനുസരിച്ച് അല്ലെങ്കിൽ ഒരു വൈദേശിക രാജ്യത്തിൻ്റെ താല്പര്യങ്ങൾക്കനുസരിച്ച് ജീവിക്കേണ്ട മനുഷ്യരാണ്. ഒരു മനുഷ്യരെന്ന നിലയിൽ, ഒരു രാജ്യത്തെ ജീവിക്കുന്ന മനുഷ്യരെന്ന നിലയിൽ ഉള്ള അവകാശങ്ങൾ ഉള്ള ആളുകളല്ല. മറിച്ച് പ്രജകളിൽ നിന്ന് പൗരരിലേക്ക് വരുമ്പോൾ നമുക്ക് ചില അവകാശങ്ങളുണ്ട്. ഇന്ത്യയിൽ ജനിച്ചു ഇന്ത്യക്കാരാണ് എന്നുള്ളത് കൊണ്ട് മാത്രം നമുക്ക് ലഭിക്കുന്ന അവകാശങ്ങളുണ്ട്.
മനുഷ്യനായി ജനിച്ചു വീണു എന്നുള്ളത് കൊണ്ട് മാത്രം നമുക്ക് ലഭിക്കേണ്ട അവകാശങ്ങളുമുണ്ട്. ഈ അവകാശങ്ങൾ ഈ മനുഷ്യർക്ക് ലഭിക്കുന്നു എന്ന് ഉറപ്പ് നൽകുന്ന ഒരു സംവിധാനമായി ഭരണഘടന മാറി എന്നുള്ളത്. അതുകൊണ്ടാണ് ഭരണഘടനയുടെ 3-ാം ഭാഗം ഏറ്റവും പ്രധാനമാണെന്ന് എല്ലാവരും പറയുക. ഈ 3-ാം ഭാഗത്താണ് മൗലിക അവകാശങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. മൗലിക അവകാശങ്ങൾ എന്ന് പറഞ്ഞാൽ നമുക്കിങ്ങനെ നിന്ന് സംസാരിക്കാനുള്ള അവകാശം, തുല്യതയ്ക്കുള്ള അവകാശം. തുല്യതയ്ക്കുള്ള അവകാശം എന്ന് പറഞ്ഞാൽ എല്ലാ മനുഷ്യരും തുല്യരാണ് എന്നല്ല, എല്ലാ മനുഷ്യരും നിയമത്തിന് മുന്നിൽ തുല്യരാണ്. എല്ലാ മനുഷ്യർക്കും നിയമത്തിൻ്റെ തുല്യ പരിരക്ഷ ഉറപ്പുവരുന്നു. അതാണ് അനുച്ഛേദം 14 എന്ന് പറയുന്ന തുല്യത. എല്ലാ മനുഷ്യരും തുല്യരാണെന്ന് പറഞ്ഞാൽ നുണയായിരിക്കും. പല മനുഷ്യരുടെയും സാമൂഹികവും സാമ്പത്തികവും ജാതീയവും വിശ്വാസപരവുമായുള്ള പല പശ്ചാത്തലങ്ങളിൽ, പല ഗ്രേഡുകളിൽ, പ്രത്യേകിച്ചും ഇന്ത്യയെ പോലൊരു സമൂഹത്തിൽ പല ശ്രേണികളിലാണ് മനുഷ്യർ ജനിച്ചു വീഴുക. അത്തരം ശ്രേണികളെ കൂടി പരിഗണിക്കുന്ന തരത്തിലുള്ള സമത്വ സങ്കല്പമാണ് നമ്മുടെ ഭരണഘടനയിൽ ഉൾച്ചേർന്നിട്ടുള്ളത് എന്നുള്ളതാണ്. അപ്പോൾ നിയമത്തിന് മുന്നിൽ എല്ലാവരും തുല്യരായിരിക്കും, എല്ലാവർക്കും തുല്യമായ നിയമ പരിരക്ഷ ഉണ്ടായിരിക്കും. ഇനി സാമൂഹികവും രാഷ്ട്രീയവും സാമ്പത്തികമായ തുല്യത ഉറപ്പുവരുത്തുന്നതിനുള്ള ഒരു സംവിധാനം ഭരണഘടന വിഭാവനം ചെയ്യുന്നു എന്നുള്ളത് കൂടിയാണ്. അതാണ് തുല്യതയ്ക്ക് വേണ്ടിയുള്ള ഒരു ആഗ്രഹം കൂടിയാണ് നമ്മുടെ ഭരണഘടനയുടെ അടിസ്ഥാന ആശയങ്ങളൊന്ന് എന്ന് പറയാം. പിന്നെ ഇതുപോലെ നമുക്കിരുന്ന് സംസാരിക്കാനുള്ള അവകാശം, എവിടെ വേണമെങ്കിലും സഞ്ചരിക്കാനുള്ള അവകാശം, രാജ്യത്ത് എവിടെയും താമസിക്കാനുള്ള അവകാശം, തൊഴിലെടുക്കാനുള്ള അവകാശം, തൊഴിലെടുത്താൽ കൂലി ചോദിക്കുവാനുള്ള അവകാശം, ജീവിക്കുവാനുള്ള അവകാശം. ജീവിക്കുവാനുള്ള അവകാശം എന്ന് പറഞ്ഞാൽ ഭരണഘടനയിൽ റൈറ്റ് ടു ലൈഫ് അനുച്ഛേദം 21 പറയുന്ന ജീവിക്കാനുള്ള അവകാശം എന്നാൽ വെറുതെ ജീവിക്കാനുള്ള അവകാശമല്ല, മൃഗങ്ങളെ പോലെ ജീവിക്കാനുള്ള അവകാശമല്ല, അന്തസ്സോടെ ജീവിക്കാനുള്ള അവകാശമാണ് എന്നാണ്. അപ്പോൾ അത്തരത്തിലുള്ള അവകാശങ്ങൾ കൈമുതലായിട്ടുള്ള മനുഷ്യരായി, പ്രജകളിൽ നിന്ന് പൗരരായി മനുഷ്യരെ മാറ്റിത്തീർത്ത ഒരു ദാർശനിക തത്വശാസ്ത്രം കൂടിയാണ് ഭരണഘടന എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഭരണഘടനയെ നമ്മളൊരു ട്രാൻസ്ഫോർമേറ്റീവ് ഡോക്യുമെൻ്റ് എന്ന് പറയാം. ട്രാൻസ്ഫോർമേറ്റീവ് എന്ന് പറഞ്ഞാൽ പരിവർത്തനത്തിനുള്ള രേഖയായിട്ടാണ് ഭരണഘടനയെ കണക്കാക്കുന്നത്. അത് നമ്മുടെ ഭരണഘടനാ നിർമ്മാണ സഭയുടെ ആദ്യ മീറ്റിങ്ങിൽ തന്നെ അതിൻ്റെ അധ്യക്ഷനായ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് പറയുന്നുണ്ട്, നാം ഇന്നിവിടെ കൂടിയിരിക്കുന്നത് പുതിയ ഒരു രാഷ്ട്രത്തിന് വേണ്ടിയിട്ടുള്ള നിയമപുസ്തകം തയ്യാറാക്കുന്നതിന് വേണ്ടിയല്ല, മറിച്ച് ഇന്ന് സമൂഹത്തിൽ നിലനിൽക്കുന്ന ചില മാമൂലുകളെ, അറുത്തുമാറ്റേണ്ടതായ ചില മാമൂലുകളെ അറുത്തുമാറ്റുന്നതിനും പരിഷ്കരിക്കുന്നതിനും കൂടി വേണ്ടിയാണ്. ഭരണഘടനാ നിർമ്മാണ സഭയിൽ അതിൻ്റെ അടിസ്ഥാനം എന്ന് നമുക്ക് പറയാവുന്ന ഒബ്ജക്റ്റീവ്സ് റെസൊല്യൂഷനുണ്ട്. ഉദ്ദേശ്യ പ്രമാണം, എന്തായിരിക്കണം നമ്മുടെ രാജ്യം എന്നതിൻ്റെ അടിസ്ഥാന പ്രമാണം അവിടെ അവതരിപ്പിക്കുന്നത് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവാണ്. അദ്ദേഹമാണ് ഇക്വാളിറ്റി, സമത്വം, സാമ്പത്തികവും സാമൂഹികവുമായ സമത്വം, മനുഷ്യൻ്റെ അന്തസ്സ്, നീതി തുടങ്ങിയ സങ്കല്പങ്ങളെല്ലാം ആയിരിക്കണം നമ്മുടെ ഭരണഘടനയുടെ അടിസ്ഥാനം എന്ന രേഖ അവതരിപ്പിക്കുന്നത്. അത് അദ്ദേഹത്തിന് സ്വന്തമായി എഴുതിയുണ്ടാക്കിയ രേഖയൊന്നുമല്ല കേട്ടോ. ഇൻ്റർനാഷണൽ കോൺഗ്രസിൻ്റെ കറാച്ചി സെഷനിൽ രൂപം കൊടുത്ത രേഖയുടെ പുനരവതരണമാണ് അവിടെ നടന്നത്. അത്ര പിന്നാക്കം നിന്നിരുന്ന, പ്രതിലോമപരമായി ചിന്തിച്ചിരുന്ന ഒരു സമൂഹത്തിനകത്ത് ഇത്ര പുരോഗമനാത്മകമായ ജ്ഞാനോദയ മൂല്യങ്ങളെ ഉൾച്ചേർക്കുന്ന ഒരു രേഖ ഉണ്ടാക്കി എന്നത് നമ്മുടെ അക്കാലത്തെ സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനത്തിൻ്റെ മുന്നണിയിൽ നിന്ന മനുഷ്യരുടെ, നേതാക്കളുടെ ഉൾക്കാഴ്ചയുടെയും അദമ്യമായ സ്വാതന്ത്ര്യ വാഴ്ചയുടെയും പ്രതിഫലനമായി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അങ്ങനെ നമ്മുടെ സമൂഹത്തെ മാറ്റിത്തീർക്കുന്നതിനുള്ള ഒരു മാർഗരേഖയായി ഈ ഭരണഘടന മാറിയപ്പോഴാണ് നമ്മുടെ സമൂഹത്തിൽ നിലനിന്നിരുന്ന പലതരത്തിലുള്ള ആശയഗതികളുടെയും ഒരു സംഘർഷ ഭൂമിക കൂടിയായി ഈ ഭരണഘടനാ നിർമ്മാണ സഭ മാറിയത്. ആ പല സംഘർഷങ്ങളും ഇപ്പോൾ അന്ന് നമ്മൾ കരുതാതിരുന്ന പല രൂപത്തിലും പുറത്തേക്ക് വരികയും ഈ ഭിന്നിപ്പുകൾ ഉണങ്ങിയെന്ന് നമ്മൾ വിശ്വസിച്ചിരുന്ന പല മുറിവുകളിലും വീണ്ടും ഉപ്പ് തേച്ച് മുറിവിനെ ഉണർത്തുന്ന ഒരു സാഹചര്യത്തിലേക്ക് കടന്നു പോവുകയും ചെയ്യുന്ന ഒരു സമൂഹത്തിൽ, ഒരു കാലത്ത് നമ്മളത് വീണ്ടും ഓർത്തെടുക്കേണ്ടതുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇന്ന് നമ്മുടെ പരിപാടിയിൽ ചർച്ച ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം മതേതരത്വം എന്നുള്ളതാണ്. മതേതരത്വം ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൻ്റെ ഭാഗമാണ്. ഇന്ത്യൻ ഭരണഘടനയുടെ പ്രിയാമ്പിളിൽ
എഴുതി ചേർക്കപ്പെട്ടിട്ടുള്ള ഒരു വാക്കാണ് സെക്യുലറിസം എന്ന് പറയുന്നത്. നമ്മൾ ഒരു ജനത എന്ന നിലയിൽ നമുക്ക് തന്നെ എഴുതി തയ്യാറാക്കി സമർപ്പിച്ച ഒരു രേഖ, ഒരു രാഷ്ട്രമെന്ന നിലയിൽ നാം തന്നെ നമ്മളെ രൂപീകരിച്ച് നമുക്ക് കൈമാറുന്ന രേഖ, അതിൽ ഒരു പരമാധികാര ജനാധിപത്യ മതേതരത്വ സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക്കായിട്ടാണ് അവതരിപ്പിക്കുന്നത്. എപ്പോഴും പറയാറുള്ളൊരു കാര്യം, ഈ സോഷ്യലിസം എന്ന വാക്ക്, സെക്യുലറിസം എന്ന വാക്ക്, ഈ രണ്ട് വാക്കുകളും നമ്മുടെ ഭരണഘടനയുടെ ആദ്യ രൂപത്തിൽ ഇല്ലായിരുന്നു എന്നുള്ളതാണ്. 1949 നവംബർ 25 പൂർത്തീകരിച്ച് 29 അവതരിപ്പിച്ച് അംഗീകാരം നേടിയ ഇന്ത്യൻ ഭരണഘടനയുടെ ആദ്യ രൂപത്തിൽ അതിൻ്റെ പ്രിയാമ്പിളിൽ, അതിൻ്റെ ആമുഖത്തിൽ മതേതരത്വം എന്ന വാക്കുണ്ടായിരുന്നില്ല. മതേതരത്വം എന്ന വാക്ക് ഭരണഘടനയിൽ ചേർക്കണോ വേണ്ടയോ എന്നതിനെക്കുറിച്ച് വലിയ ചർച്ചകൾ ഭരണഘടനാ നിർമ്മാണ സഭയിൽ നടന്നിരുന്നു. അവസാനം അംബേദ്കറും നെഹ്റുവും ഉൾപ്പെടെയുള്ള നേതാക്കൾ അങ്ങനെ ഒരു വാക്ക് തൽക്കാലം ചേർക്കേണ്ടതില്ല എന്ന അഭിപ്രായമാണ് രേഖപ്പെടുത്തിയത്. എന്തുകൊണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. ആ വാക്ക് അവിടെ ഇല്ലാതെ പോയി എന്നുള്ളത് കൊണ്ട് നമ്മളൊരു മതേതര സമൂഹമാകാതിരിക്കില്ല, നമ്മുടേതൊരു മതേതര ഭരണഘടന ആവാതിരിക്കില്ല. ഇന്ത്യയുടെ സുപ്രീം കോടതി തന്നെ നിരവധി വിധികളിൽ ഭരണഘടനയുടെ അടിസ്ഥാന ഘടനകളിലൊന്ന്, അടിസ്ഥാന മൂല്യങ്ങളിലൊന്ന് ഭരണഘടനയാണ്, മതേതരത്വമാണ് എന്ന് വിശദീകരിച്ചിട്ടുള്ളതാണ്, നിർവചിച്ചിട്ടുള്ളതാണ്. അന്ന് ഉന്നയിക്കപ്പെട്ട പ്രധാനപ്പെട്ട ഒരു കാര്യം, മതേതരത്വം എന്നത് ഒരു പാശ്ചാത്യ സങ്കല്പമാണ്, സെക്യുലറിസം. അവിടെ പള്ളിയും ഭരണകൂടവും തമ്മിൽ ഉള്ള അധികാരത്തെ കൃത്യമായി വേർതിരിക്കുന്നതിന് വേണ്ടി അവരുണ്ടാക്കിയ ഒരു സങ്കല്പമായിരുന്നു, ഒരു സംജ്ഞയായിരുന്നു മതേതരത്വം എന്ന് പറയുന്നത്. ഇപ്പോൾ വിശ്വാസത്തിൻ്റെ കാര്യം, പള്ളിയുടെ കാര്യം പള്ളിക്ക്, ഭരണകൂടത്തിൻ്റെ കാര്യങ്ങളിൽ പള്ളിയും, പള്ളിയുടെ കാര്യത്തിൽ ഭരണകൂടവും ഇടപെടുകയില്ല എന്ന കൃത്യമായ ഒരു വിഭജനത്തിൻ്റെ ഒരു ആശയമായിരുന്നു. പക്ഷേ ഇന്ത്യൻ സമൂഹത്തിൽ അത്തരത്തിൽ പാശ്ചാത്യമായ ഒരു മതേതര സങ്കല്പം അതേപടി പകർത്താൻ കഴിയാത്ത ഒരു സാമൂഹ്യ സാഹചര്യം നിലനിൽക്കുന്ന ഒരു രാജ്യമായിരുന്നു നമ്മുടേത്. പ്രത്യേകിച്ചും നമ്മുടെ ഭരണഘടനയിൽ ന്യൂനപക്ഷങ്ങൾക്കുള്ള അവകാശങ്ങൾ ഉറപ്പുവരുത്തേണ്ടതുണ്ട്, അധസ്ഥിതരായ മനുഷ്യരുടെ അവകാശങ്ങൾ ഉറപ്പുവരുത്തേണ്ടതുണ്ട്. ഇത്തരത്തിലുള്ള ഇടപെടലുകൾ നമ്മുടെ ഭരണകൂടത്തിന്, നമ്മുടെ ഗവൺമെൻറ്റിന് നടത്താൻ കഴിയുന്ന തരത്തിലായിരിക്കണം ഭരണഘടന സംവിധാനം ചെയ്യേണ്ടത് എന്നതാണ്. ഉദാഹരണത്തിന് നമ്മുടെ ഭരണഘടനയുടെ അനുച്ഛേദം 17 മൗലികാവകാശങ്ങളിൽ പറയുന്നത് തൊട്ടുകൂടായ്മയ്ക്കെതിരെയുള്ള അവകാശമാണെന്നാണ്. തൊട്ടുകൂടായ്മ, അസ്പൃശ്യത, അൺടച്ചബിലിറ്റി എന്നത് ഒരു സാമൂഹ്യ തിന്മയാണ്. പക്ഷേ മതത്തിൻ്റെ, വിശ്വാസത്തിൻ്റെ പ്രാമാണിക ഗ്രന്ഥങ്ങൾ അനുസരിച്ചുള്ള ഒരു ധാർമ്മിക മാർഗം കൂടിയാണിത്. ധാർമ്മികത എന്ന് നമ്മൾ പറയുമ്പോൾ എന്ത് തരം ധാർമ്മികതയാണ് എന്ന ചോദ്യം ഉയരുന്നത് അവിടെയാണ്. നമ്മുടെ സമൂഹത്തിൽ നിലനിൽക്കുന്ന മൂല്യബോധങ്ങൾക്കനുസരിച്ചുള്ള ഒരു ധാർമ്മികതയുണ്ട്, വിശ്വാസ പ്രമാണങ്ങൾക്കനുസൃതമായിട്ടുള്ള ധാർമ്മികതയുണ്ട്, ഭരണഘടന മുന്നോട്ട് വയ്ക്കുന്ന ആശയധാരയ്ക്കനുസൃതമായ ഒരു ധാർമ്മികതയുമുണ്ട്. ഈ വിശ്വാസപ്രകാരമുള്ള ധാർമ്മിക മൂല്യങ്ങളുടെ സംരക്ഷണത്തിൻ്റെ ലംഘനമാകും തൊട്ടുകൂടായ്മയ്ക്കെതിരെ ഭരണഘടന അല്ലെങ്കിൽ നമ്മുടെ ഭരണകൂടം ഇടപെട്ടാൽ. ജാതീയമായ വിവേചനത്തിനെതിരായ വകുപ്പ് ഭരണഘടനയ്ക്കകത്ത് തന്നെ എഴുതി ചേർത്തിട്ടുണ്ട്. യഥാർത്ഥത്തിൽ എല്ലാവരും തുല്യരാണ് എന്ന് പറയുന്ന അനുച്ഛേദം 14 മാത്രം മതി. എല്ലാവരും തുല്യരാണെന്ന് പറഞ്ഞാൽ മറ്റു വിവേചനങ്ങൾക്കൊന്നും അവിടെ ഇടമില്ല. പക്ഷേ നമ്മുടെ സമൂഹത്തിൽ ഇതെല്ലാം സമൂഹത്തിൻ്റെ അസ്ഥിവാരത്തോട് ചേർന്ന് കിടക്കുന്ന അത്രമേൽ രൂഢമൂലമായ പ്രശ്നമാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതിനൊരു കേവലം നിയമനിർമ്മാണം പോരാ, ഭരണഘടനാപരമായി തന്നെ അതിനെ നിരോധിക്കേണ്ടതുണ്ടെന്ന ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് വിവേചനത്തിനെതിരായ അവകാശവും അസ്പൃശ്യതയ്ക്കെതിരായ അവകാശവും ഭരണഘടനയിൽ തന്നെ എഴുതി ചേർക്കുവാൻ തീരുമാനിച്ചത്. ഇത്തരത്തിലുള്ള ഇടപെടലുകൾ പാശ്ചാത്യ മതേതര സങ്കല്പങ്ങൾക്ക് വിരുദ്ധമാണ്. വിശ്വാസത്തിനെതിരായിട്ടുള്ള പ്രവർത്തനങ്ങളാണ് പലപ്പോഴും നമ്മുടെ ഭരണഘടന നടത്തുന്നത്. ഭരണഘടനയുടെ അനുച്ഛേദം 25 വിശ്വാസ സ്വാതന്ത്ര്യത്തിനുള്ള അവകാശമാണ്. 25ഉം 26ഉമാണ് മതവിശ്വാസത്തെക്കുറിച്ചുള്ള സ്വാതന്ത്ര്യം ഉറപ്പു നൽകുന്നത്. പക്ഷേ ആ വകുപ്പ് മാത്രം ശ്രദ്ധിച്ചാൽ നിങ്ങൾക്കറിയാം, മറ്റൊരു അനുച്ഛേദത്തിലും ഇല്ലാത്ത ചില റൈഡേഴ്സ്, ചില നിബന്ധനകൾ അതിൽ ചേർത്തിട്ടുണ്ട്.
നമുക്ക് വിശ്വാസ സ്വാതന്ത്ര്യം അനുവദിച്ചിട്ടുണ്ട്, വിശ്വസിക്കാനുള്ള അവകാശമുണ്ട്. പക്ഷേ ഒരു കാര്യമുണ്ട്, അത് പൊതു ആരോഗ്യത്തിനും ഭരണഘടനയിലെ മറ്റു മൗലികാവകാശങ്ങൾക്കും വിരുദ്ധമാകാൻ പാടില്ല എന്നുള്ളതാണ്. വേറൊരു മൗലികാവകാശത്തിനും അങ്ങനെ ഒരു വകുപ്പിൽ എഴുതി ചേർത്തിട്ടില്ല. തുല്യത എന്ന് പറഞ്ഞാൽ എല്ലാവരും തുല്യരാണെന്ന് മാത്രമേ പറയുന്നുള്ളൂ. അഭിപ്രായ സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞാൽ അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യത്തെക്കുറിച്ച് മാത്രമേ പറയുന്നുള്ളൂ. മറ്റു മൗലികാവകാശങ്ങൾ ലംഘിക്കാതെ അഭിപ്രായം പറഞ്ഞോളൂ എന്ന് പറയുന്നില്ല. മറ്റു മൗലികാവകാശങ്ങൾ ലംഘിക്കാതെ നിങ്ങൾ സംസാരിച്ചോളൂ എന്ന് പറയുന്നില്ല. മറ്റു മൗലികാവകാശങ്ങൾ ലംഘിക്കാതെ നിങ്ങൾ സഞ്ചരിച്ചോളൂ എന്ന് പറയുന്നില്ല. മറ്റു മൗലികാവകാശങ്ങളെ ലംഘിക്കാതെ നിങ്ങൾ തൊഴിലെടുത്തോളൂ എന്ന് പറയുന്നില്ല. പക്ഷെ വിശ്വാസത്തിൻ്റെ കാര്യത്തിൽ മാത്രം മറ്റു മൗലികാവകാശങ്ങളെ ലംഘിക്കാതെ സമൂഹത്തിൻ്റെ പൊതു ആരോഗ്യത്തെ ബാധിക്കാതെ മാത്രമേ വിശ്വാസ സ്വാതന്ത്ര്യം നമ്മുടെ ഭരണഘടനയിൽ അനുവദിച്ചിട്ടുള്ളൂ. അതുകൊണ്ടാണ് സാമൂഹ്യമായ അനാചാരങ്ങൾക്കെതിരെ, അനീതികൾക്കെതിരെ നമ്മുടെ കോടതികൾക്കും ഗവൺമെൻറ്റുകൾക്കും ഇടപെടാൻ വേണ്ടി കഴിയുന്നത്. അതുകൊണ്ടാണ് ഒരു ആരാധനാലയത്തിൽ സ്ത്രീകൾക്ക് പ്രവേശനം നിഷേധിച്ചാൽ അത് സാധിക്കില്ല, അത് പറ്റില്ല, അത് ഭരണഘടനാ വിരുദ്ധമാണ്, എല്ലാ മനുഷ്യരും തുല്യരാണെങ്കിൽ അവിടെ സ്ത്രീക്കും പുരുഷനും കയറാൻ കഴിയണമെന്ന് നമ്മുടെ കോടതികൾക്ക് പറയാൻ കഴിയുന്നത്. അത്തരത്തിൽ അതാണ് സെക്യുലറിസം എന്ന വാക്ക് ആദ്യ ഘട്ടത്തിൽ ഭരണഘടനയുടെ അനുച്ഛേദത്തിൽ ആമുഖത്തിൽ ഉൾച്ചേർക്കാതെ പോയത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. പിന്നീട് കാലം മാറവേ സെക്യുലറിസം എന്നത് നമ്മുടെ രാജ്യത്തെ ഒരു പാശ്ചാത്യ സങ്കല്പം എന്നതിനുപരിയായി നമ്മുടെ സാമൂഹിക, രാഷ്ട്രീയ, സാംസ്കാരിക സാഹചര്യങ്ങൾക്ക് അനുസൃതമായി എന്തായിരിക്കണം സെക്യുലറിസം എന്നതിനെക്കുറിച്ച് തനതായൊരു നിർവചനം, തനതായൊരു അണ്ടർസ്റ്റാൻഡിങ് രൂപപ്പെടുകയും അതിനനുസരിച്ച് നമ്മളതിനെ പ്രയോഗവൽക്കരിക്കാൻ തുടങ്ങുകയും ചെയ്ത സാഹചര്യത്തിലാണ് പിന്നീട് സെക്യുലറിസം ഇന്ത്യയുടെ ഭരണഘടനയുടെ അടിസ്ഥാന മൂല്യങ്ങളിൽ ഒന്നാണ് എന്നും അതിനെ ഭരണഘടനയുടെ ആമുഖത്തിൽ എഴുതി ചേർത്തിട്ടുണ്ടെങ്കിൽ അതിനെ നിരാകരിക്കേണ്ടതില്ല എന്നുമുള്ള തരത്തിലേക്ക് നമ്മുടെ സുപ്രീം കോടതി ഉൾപ്പെടെയുള്ള ഭരണഘടനാ നിർവചന സ്ഥാപനങ്ങളും ഭരണഘടനാ വിദഗ്ധരും എത്തിച്ചേർന്നു. അങ്ങനെ നമ്മുടെ രാജ്യത്തെ ഒരു വിശ്വാസത്തിൽ അധിഷ്ഠിതമായ, മതാധിഷ്ഠിതമായ ഒരു സമൂഹത്തിൽ നിന്ന് ആധുനിക മൂല്യബോധങ്ങൾ ഉൾക്കൊള്ളുന്ന സമത്വത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും സ്വാതന്ത്ര്യത്തിൻ്റെയും മൂല്യങ്ങളെ ഉയർത്തിപ്പിടിക്കുന്ന ഒരു സമൂഹമായി, ജനാധിപത്യ സമൂഹമായി മാറ്റിത്തീർക്കുന്നതിനുള്ള മാർഗരേഖയായി ഭരണഘടന വരുന്നു. അത് ഡോക്ടർ അംബേദ്കർ പറയുന്ന ഒരു കാര്യമുണ്ട്. ഈ നിമിഷം മുതൽ നമ്മൾ രാഷ്ട്രീയമായ ജനാധിപത്യത്തിലേക്ക് പ്രവേശിക്കുകയാണ്. പൊളിറ്റിക്കൽ ഡെമോക്രസി, സോഷ്യൽ ഡെമോക്രസി എന്നീ രണ്ട് വാക്കുകളാണ് അത് ഉപയോഗിക്കുന്നത്. രാഷ്ട്രീയമായ ജനാധിപത്യം എന്നാൽ എല്ലാവർക്കും ഓരോ വോട്ട്, എല്ലാ മനുഷ്യർക്കും, രാജ്യത്തെ എല്ലാ മനുഷ്യർക്കും, പ്രായപൂർത്തിയായ മുഴുവൻ മനുഷ്യർക്കും ഓരോ വോട്ട്, ഓരോ വോട്ടിനും ഒരേ മൂല്യം, എല്ലാവരുടെ വോട്ടിനും, അത് ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെയോ രാഷ്ട്രപതിയുടെയോ രാഷ്ട്രീയ നേതാവിൻ്റെയോ വോട്ടായാലും സാധാരണ കൂലിപ്പണിക്കാരൻ്റെ വോട്ടായാലും എൻ്റെയോ നിങ്ങളുടെയോ വോട്ടായാലും ഒരേ മൂല്യമായിരിക്കും എന്നാണ്. അതായത് രാഷ്ട്രീയമായ ജനാധിപത്യം, തുല്യമായ വോട്ടിൻ്റെ മൂല്യത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള ജനാധിപത്യം നമ്മുടെ രാജ്യത്ത് ഈ ഭരണഘടന നിലവിൽ വന്നതോടുകൂടി സാധ്യമായിരിക്കുന്നു. എന്നാൽ ഈ ജനാധിപത്യം പ്രവർത്തിക്കുന്നതിന് സാമൂഹികമായ തുല്യത ആവശ്യമാണ്. സാമൂഹികമായ ജനാധിപത്യം നിലവിൽ വരേണ്ടതുണ്ട്. അങ്ങനെ സാമൂഹികമായ ജനാധിപത്യം നിലവിൽ വരുത്തുന്നതിന് വേണ്ടി തുല്യത അനിവാര്യമാണ്. ഒരു മനുഷ്യനായി ജനിച്ചു വീണതുകൊണ്ട് മാത്രം ലഭിക്കേണ്ട അവകാശങ്ങൾ നമുക്ക് ഉറപ്പു നൽകുന്ന ഒരു രേഖയായി, ഒരു ജനാധിപത്യം സമൂഹത്തിൽ പ്രവർത്തിക്കുന്ന ഒരു ജനാധിപത്യം സാധ്യമാക്കുന്നതിനുള്ള ഒരു മാർഗരേഖയായി ഭരണഘടന മാറുന്നത് അതിൻ്റെ സവിശേഷമായ ഒരു രാഷ്ട്രീയ പശ്ചാത്തലത്തിൽ, ഒരു ചരിത്രപരമായ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ടുകൂടിയാണ്. രണ്ട് ധാരകളുടെ സംഗമത്തിലൂടെയാണ് നമ്മുടെ ഭരണഘടന രൂപം കൊണ്ടിട്ടുള്ളത്. ഒന്ന്, വൈദേശിക ആധിപത്യത്തിനെതിരെയുള്ള ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനം മുന്നോട്ട് വെച്ച രാഷ്ട്രീയ വിമോചനാത്മകമായ രാഷ്ട്രീയ മൂല്യങ്ങളുടെ അടിസ്ഥാനത്തിൽ. രണ്ട്, അതിലേറെ പഴയ ഒരു സ്വാതന്ത്ര്യ സമരം നമ്മുടെ രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. ആയിരക്കണക്കിന് വർഷങ്ങളായി നമ്മുടെ സമൂഹത്തിൽ നിലനിന്നുകൊണ്ടിരുന്ന അനീതിക്കെതിരെ ഉള്ള ഒരു സമരം. അത് ഡോക്ടർ അംബേദ്കർ പറയുന്നത് പോലെ ശ്രേണീവൽകൃതമായ ഒരു അസമത്വത്തിൽ അധിഷ്ഠിതമായ ഒരു സമൂഹം. നീതി എന്ന് പറഞ്ഞാൽ മനുഷ്യനെ കളങ്ങളായി തരംതിരിച്ച് അവനെ വേർതിരിച്ച് കാണുന്നതാണ് എന്ന് നമ്മളെ ബോധ്യപ്പെടുത്തുന്ന ഒരു സമൂഹം. അതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ
ഒരു സമൂഹത്തിൻ്റെ ധാർമ്മിക ബോധം മിക്കവാറുമൊക്കെ തുല്യതയിലൊക്കെ അടിസ്ഥാനപ്പെടുത്തിയുള്ളതായിരിക്കും. ദൈവം മനുഷ്യരെ തുല്യരായി സൃഷ്ടിക്കുന്നു എന്ന് പറയാറുണ്ട്. അങ്ങനെ വിശ്വസിക്കുന്ന ഒരു സമൂഹത്തിനകത്ത് വിവേചനങ്ങളും അനീതികളും ഒക്കെ നിലനിൽക്കുമെങ്കിലും അത്തരത്തിലുള്ള വിവേചനങ്ങൾക്ക് ആത്യന്തികമായ ഒരു ധാർമ്മിക നീതീകരണം ഉണ്ടാവില്ല. ഇപ്പോൾ കറുത്ത വർഗ്ഗക്കാർക്കെതിരെ വെള്ളക്കാർ വിവേചനം കാണിക്കുമ്പോൾ അവൻ്റെ വിശ്വാസ പ്രമാണങ്ങൾക്കനുസരിച്ച്, അവൻ്റെ സമൂഹത്തെ നയിക്കുന്ന ധാർമ്മിക ബോധ്യങ്ങൾക്കനുസരിച്ച് അതിനൊരു നീതീകരണം കണ്ടെത്തുക പ്രയാസമാണ്. കാരണം മനുഷ്യർ തുല്യരായിട്ടാണ് സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത് എന്നുള്ളത് കൊണ്ടാണ്. എന്നാൽ മനുഷ്യർ തന്നെ പല തട്ടുകളിലായിട്ടാണ് സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത് എന്ന് വിശ്വാസപരമായി ധാർമ്മികമായി സ്ഥാപിക്കപ്പെട്ടിട്ടുള്ള ഒരു അകത്ത് എന്ത് തരത്തിലുള്ള അനീതിയും സാധ്യമാകും എന്നുള്ളൊരു പ്രത്യേകതയുണ്ട്. അത്തരം സമൂഹങ്ങളിൽ ജനാധിപത്യം നിലനിൽക്കുവാൻ, ജനാധിപത്യം പ്രവർത്തിക്കുവാൻ ഉള്ള സാധ്യത വളരെ കുറവാണെന്നുള്ളൊരു പ്രശ്നമുണ്ട്. കാരണം ജനാധിപത്യത്തിൻ്റെ പ്രാഥമികമായ മാനദണ്ഡങ്ങളിലൊന്ന് മനുഷ്യരെല്ലാവരും തുല്യരാണ് എന്ന സങ്കല്പമാണ്. ചില മനുഷ്യർ വിരാട് പുരുഷൻ്റെ തലയിൽ നിന്നും, മറ്റു ചിലർ നെഞ്ചിൽ നിന്നും, മറ്റു ചിലർ തുടയിൽ നിന്നും, വേറെ ചിലർ കാലുകളിൽ നിന്നും എല്ലാമാണ്, പാദങ്ങളിൽ നിന്നും എല്ലാമാണ് ജനിച്ചിട്ടുള്ളതെന്നും അവരെല്ലാം അത്തരത്തിൽ വിവിധ ശ്രേണികളിലുള്ളവരാണ് എന്നും അവരുടെ കർമ്മം എന്നാൽ അതാത് ശ്രേണിക്ക് അനുസൃതമായ ജീവിത നിലവാരവും ജീവിത വൃത്തിയും കാത്തുസൂക്ഷിക്കേണ്ടതാണെന്നും അത് ലംഘിക്കപ്പെട്ടാൽ അത് ധാർമ്മിക ശോഷണമാണ് എന്നും വിശ്വസിക്കുന്ന ഒരു സമൂഹത്തിനകത്താണ് ഈ ഭരണഘടന പ്രവർത്തിക്കേണ്ടത് എന്ന ബോധ്യം നമ്മുടെ ഭരണഘടനാ ശില്പികൾക്കുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ആദ്യമേ പറഞ്ഞതുപോലെ ഭരണഘടനയുടെ മൗലിക അവകാശങ്ങളിൽ തന്നെ ഇത്തരത്തിലുള്ള വിവേചനങ്ങൾക്കെതിരായുള്ള അവകാശങ്ങൾ എഴുതിച്ചേർക്കും. ഇതുപോലെയുള്ള ഒരു സമൂഹത്തിനകത്ത് രാഷ്ട്രീയ ജനാധിപത്യത്തിനപ്പുറം സാമൂഹ്യ ജനാധിപത്യം സാധ്യമാവുമോ എന്ന ചോദ്യത്തിൻ്റെ ഉത്തരം തേടൽ കൂടിയായിരുന്നു ഈ 165 ദിവസങ്ങൾ ഇരുന്ന്, അതിൽ 115 ദിവസങ്ങളും ഓരോ വകുപ്പുകളും ഇഴകീറി ചർച്ച ചെയ്യുകയായിരുന്നു. 3 വർഷത്തോളം എടുത്ത് ഇവർ ആലോചിച്ച് എടുത്ത ഒരു തീരുമാനമെന്ന് പറയും. അങ്ങനെ നമ്മുടെ സമൂഹത്തിൽ, ഇന്ത്യൻ സമൂഹത്തിൽ സാമൂഹ്യ ജനാധിപത്യവും രാഷ്ട്രീയ ജനാധിപത്യവും സാമ്പത്തികമായ തുല്യതയും വിഭവങ്ങളുടെ തുല്യതയോടെയുള്ള നീതിപൂർവമായ വിഭവങ്ങളുടെ വിതരണവും ഉറപ്പുവരുത്തുന്നതിനുള്ള ഒരു രാഷ്ട്രീയ രേഖയായി, രക്തരഹിതമായ ഒരു വിപ്ലവത്തിനുള്ള തത്വശാസ്ത്രമായി ഭരണഘടന മാറുന്നു എന്ന് പറയുന്നത് അതുകൊണ്ടാണ്. ആ ഭരണഘടന, ലോകത്തെ ഏറ്റവും ബൃഹത്തായ ഭരണഘടന, നമ്മൾ വിചാരിക്കുന്നതിനും അപ്പുറത്ത് സുദീർഘമായ ഒരു കാലഘട്ടത്തിൽ പ്രവർത്തിച്ചു പോന്നു എന്നതാണ്. ഇന്ത്യ സ്വാതന്ത്ര്യം നേടിയ സമയത്ത് സ്വാതന്ത്ര്യം പ്രാപിച്ച പല രാജ്യങ്ങളും ഇന്നില്ല. അന്ന് എഴുതി തയ്യാറാക്കിയ പല ഭരണഘടനകളും ഇന്ന് നിലവിലില്ല. 75 വർഷങ്ങളെന്ന് പറയുന്നത് ഒരു ഭരണഘടനയുടെ ആയുസ്സിൻ്റെ വളരെ ചെറിയൊരു കാലഘട്ടമൊന്നുമല്ല കേട്ടോ. ഏകദേശം ഇത്രയും പ്രായമായപ്പോഴാണ് അമേരിക്കൻ ഭരണഘടനയ്ക്ക് അമേരിക്കയിൽ സിവിൽ വാർ ഉണ്ടാകുന്നത്, ആഭ്യന്തര കലാപം ഉണ്ടാകുന്നത്, വലിയ രക്തരൂക്ഷിതമായൊരു സാമൂഹ്യ അന്തരീക്ഷത്തിലേക്ക് അമേരിക്ക പോകുന്നത്. പക്ഷേ ഇത്രയും കാലമായി ഇത്രയേറെ അനീതികൾ നിലനിൽക്കുന്ന ഒരു സമൂഹത്തിനകത്ത് രക്തരൂക്ഷിതമായ ഒരു പാതയിലേക്ക്, വിഭജനത്തിൻ്റെ ഒരു പാതയിലേക്ക് വീണ്ടും നമ്മൾ നടന്നു പോകാതിരിക്കുന്നതിന് വേണ്ടി നമ്മളെ ചേർത്ത് പിടിച്ച ഒരു രേഖ കൂടിയാണ്, ഒരു രാഷ്ട്രീയ രേഖ കൂടിയാണ്, ഒരു രാഷ്ട്രീയ ആദർശം കൂടിയാണ് ഭരണഘടന എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ആ ഒരു തിരിച്ചറിവിൽ നിന്നുകൊണ്ട് വേണം നമ്മൾ ഭരണഘടനയെ മനസ്സിലാക്കാൻ. കാരണം അത്രമേൽ കലുഷിതമായ ഒരു കാലഘട്ടത്തിലാണ് നമ്മുടെ ഭരണഘടന രൂപം കൊള്ളുന്നത്. വിഭജനത്തിൻ്റെ, വ്യഥകളുടെ, വിലാപങ്ങളുടെ, രക്തച്ചൊരിച്ചിലുകളുടെ ഒരു കാലഘട്ടത്തിൽ, ശവങ്ങൾ അതിർത്തിക്ക് ഇരുവശത്തേക്കും ഒഴുകിക്കൊണ്ടിരുന്ന ഒരു കാലഘട്ടത്തിൽ, ആ കാലഘട്ടത്തിൽ കൂടിയാലോചിക്കാനിരുന്നതിന് ശേഷം ജനാധിപത്യത്തെക്കുറിച്ചും തുല്യതയെക്കുറിച്ചും മനുഷ്യൻ്റെ സ്വാതന്ത്ര്യത്തെക്കുറിച്ചും ചിന്തിച്ചു എന്നതാണ് അക്കാലത്തെ ദേശീയ നേതാക്കളുടെ മൂല്യമെന്ന് പറയുന്നത്. വളരെ എളുപ്പത്തിൽ ഒരു മതാത്മകമായ സമൂഹത്തിലേക്ക്, ഏകാധിപത്യപരമായ ഒരു രാഷ്ട്രീയ സംവിധാനത്തിലേക്ക്
മെജോറിറ്റേറിയൻ ഭൂരിപക്ഷത്തിൻ്റെ ഒരു രാഷ്ട്രീയ ആധിപത്യമുള്ള ഒരു വ്യവസ്ഥയിലേക്ക് വഴുതിമാറാവുന്ന ഒരു സാമൂഹ്യ ചരിത്രപരമായ ഘട്ടത്തിൽ നിന്നുകൊണ്ടാണ് ഏറ്റവും വിപുലമായ സാർവത്രിക വോട്ടവകാശത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള ഒരു ജനാധിപത്യ സംവിധാനത്തിലേക്ക് നമ്മൾ മാറിയത്. അങ്ങനെ മാറിയ ഒരു ജനാധിപത്യം ഇന്ന് നിലനിൽക്കുന്നുണ്ടോ എന്ന ചോദ്യം നമ്മളുടെ മുന്നിൽ നിൽക്കുന്ന ഒരു ഘട്ടമാണിത്. ഞാൻ വീണ്ടും ഓർക്കുന്നത് ഡോക്ടർ അംബേദ്കറെയാണ്. ഭരണഘടനയുടെ ചീഫ് ആർക്കിടെക്റ്റ് എന്ന നിലയ്ക്ക്, ഭരണഘടനാ ശില്പി എന്ന നിലയ്ക്ക് അദ്ദേഹം ഇതിൻ്റെ ആശയധാരയുടെ മുഖ്യകർത്താവ് കൂടിയായിരുന്നു. 1949 നവംബർ 25 ഭരണഘടനയുടെ അന്തിമ രൂപം അവതരിപ്പിച്ചുകൊണ്ട് അദ്ദേഹം നടത്തിയ ഒരു പ്രസംഗമുണ്ട്. ഞാൻ പറഞ്ഞു, 3 വർഷത്തോളം സമയമെടുത്ത് എഴുതി തയ്യാറാക്കിയ വലിയ ഭഗീരഥ പ്രയത്നത്തിന് ശേഷം, ഒരുപാട് ത്യാഗനിർഭരമായ ദിവസങ്ങൾക്ക് ശേഷം, ഊണമുറക്കവും ഉപേക്ഷിച്ച് ഇത് എഴുതി തയ്യാറാക്കി അവതരിപ്പിക്കുമ്പോൾ സാധാരണഗതിയിൽ നമ്മൾ ഒരു പണി പൂർത്തിയാക്കി അതിൻ്റെ ഒരു അവസാന റിസൾട്ടിലേക്ക് എത്തുമ്പോൾ നമ്മുടെയൊക്കെ മനസ്സിൽ വലിയ ആഹ്ലാദമായിരിക്കും. ഒരു ആഹ്ലാദ പ്രകടനത്തിൻ്റെ, നമ്മളിത് ചെയ്തു തീർത്തു എന്ന ഒരു സന്തോഷത്തിൻ്റെ പ്രകാശനമായിരിക്കും അന്ന് അവിടെ നടക്കുക. പക്ഷേ വലിയ മനുഷ്യർ പലപ്പോഴും അങ്ങനെ അല്ല എന്നുള്ളതാണ്. അംബേദ്കർ ഒരു വലിയ മനുഷ്യനായിരുന്നു. ഭരണഘടനയുടെ അവസാന രൂപം ഭരണഘടനാ നിർമ്മാണ സഭയിൽ അവതരിപ്പിക്കുമ്പോൾ അദ്ദേഹം പ്രസന്നവദനായിരുന്നില്ല. അദ്ദേഹം ഒരു വിജയാഹ്ലാദം പ്രകടിപ്പിക്കുകയല്ല ചെയ്തത്. അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ നിറയെ ആശങ്കകളായിരുന്നു. ഈ അവസാനത്തെ പ്രസംഗത്തിൽ അദ്ദേഹം പങ്കുവെക്കുന്നത് മുഴുവൻ ഇന്ത്യൻ ജനാധിപത്യത്തെ ഭരണഘടനയിൽ അധിഷ്ഠിതമായ ഒരു സംവിധാനമായി മാറ്റി തീർക്കുമ്പോൾ ഉണ്ടാകാൻ പോകുന്ന വെല്ലുവിളികളെക്കുറിച്ചും, ഒരു ജനാധിപത്യ രാജ്യമെന്ന നിലയിൽ ഇന്ത്യ നിലനിൽക്കുമോ എന്ന ആശങ്കകളുമായിരുന്നു. പ്രധാനമായും 8 ആശങ്കകളാണ് അദ്ദേഹം പങ്കുവച്ചത്. അത് പറഞ്ഞു പോകാമെന്ന് ഞാൻ വിചാരിക്കുന്നത്. നിലവിലെ രാഷ്ട്രീയ സാമൂഹിക കാലാവസ്ഥയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആശങ്കകളാണത്. ഒന്ന്, സാമൂഹ്യനീതി ഉറപ്പുവരുത്തുന്നതിന് വേണ്ടി ഭരണഘടനാപരമായ മാർഗങ്ങൾ സ്വീകരിക്കണം എന്നായിരുന്നു അദ്ദേഹം പറഞ്ഞത്. അത് അക്കാലത്ത് സത്യാഗ്രഹം പോലും ഇനി പാടില്ല എന്ന തരത്തിലാണ് അദ്ദേഹം പറയുന്നത്. നമുക്ക് ഭരണഘടനയുണ്ട്, ഭരണഘടനാപരമായ മാർഗങ്ങളുണ്ട്, മറ്റ് ഭരണഘടനാ ബാഹ്യമായ മറ്റ് മാർഗങ്ങളിലേക്ക് നമ്മൾ പോകേണ്ടതില്ല എന്നായിരുന്നു. രണ്ടാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം രാഷ്ട്രീയത്തിലെ ഭക്തി എന്നുള്ളതാണ്. ജീവിതത്തിൽ, വിശ്വാസ പ്രമാണത്തിൽ, ആത്മീയതയിൽ പലപ്പോഴും ഭക്തി നമുക്ക് മോക്ഷം നൽകുന്ന ഒരു സംഗതിയായിരിക്കും. ഒരു മനുഷ്യൻ്റെ ജീവിത സാഫല്യം ഭക്തിയായിരിക്കാം. പക്ഷെ രാഷ്ട്രീയത്തിലെ ഭക്തി എന്ന് പറയുന്നത്, രാഷ്ട്രീയത്തിൽ ഭക്തി ഏറ്റവും അപകടകരമായ കാര്യമാണ്. അധപതനത്തിൻ്റെ അങ്ങേയറ്റമായിരിക്കും എന്നാണ് അദ്ദേഹം മുന്നറിയിപ്പ് നൽകി. നമ്മുടെ നാട്ടിലെ ഭക്തരുടെ, രാഷ്ട്രീയ ഭക്തരുടെ കാര്യം നമുക്കറിയാം. എത്ര കൊടിയ അനീതികൾ ചെയ്താലും, എന്ത് വൃത്തികേടുകൾ സംഭവിച്ചാലും അതിനെയെല്ലാം ന്യായീകരിക്കുകയും അതിന് കൈയടിക്കുകയും അപരൻ്റെ, തന്നിൽ നിന്ന് വ്യത്യസ്തത പുലർത്തുന്ന, അത് ഭക്ഷണം കൊണ്ടോ വിശ്വാസം കൊണ്ടോ വസ്ത്രം കൊണ്ടോ തന്നിൽ നിന്നും വ്യത്യസ്തരായി ചിന്തിക്കുകയും ജീവിക്കുകയും ചെയ്യുന്ന മുഴുവൻ മനുഷ്യരെയും വിദ്വേഷത്തോടെ, വെറുപ്പോടെ കാണുകയും അവരെ അകറ്റി നിർത്തുകയും അവരുടെ ശത്രുപക്ഷത്ത് നിർത്തുകയും ചെയ്യുന്ന ഒരു മാനസികാവസ്ഥയിലേക്ക് നമ്മുടെ രാഷ്ട്രീയ സാഹചര്യം മാറുമ്പോൾ അംബേദ്കറെ ഓർക്കുകയാണ്, രാഷ്ട്രീയത്തിലെ ഭക്തിയെക്കുറിച്ച് ഓർക്കുകയാണ്. രാഷ്ട്രീയത്തിലെ ഭക്തി ജനാധിപത്യത്തിന് ഏറ്റവും വലിയ ഭീഷണിയാകുമെന്ന് അദ്ദേഹം തൻ്റെ പ്രസംഗത്തിൽ മുന്നറിയിപ്പ് നൽകുകയാണ്. മൂന്നാമത്തെ കാര്യം, നമ്മുടെ സമൂഹത്തിൽ ഇന്ന് രാഷ്ട്രീയ ജനാധിപത്യമുണ്ട്, എന്നാൽ സാമൂഹ്യ ജനാധിപത്യമില്ല. സാമൂഹ്യ ജനാധിപത്യമില്ലാതെ രാഷ്ട്രീയ ജനാധിപത്യത്തിന് നിലനിൽക്കാൻ കഴിയില്ല എന്ന ഉത്തമ ബോധ്യം എല്ലാവർക്കും വേണമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. രാഷ്ട്രീയമായുള്ള തുല്യത നിലനിൽക്കുമ്പോഴും സാമൂഹ്യമായ തുല്യത ഇല്ലെങ്കിൽ, സാമ്പത്തികമായ തുല്യത ഇല്ലെങ്കിൽ, വിഭവങ്ങളുടെ നീതിപൂർവമായ വിതരണം നമ്മുടെ രാജ്യത്ത് നടന്നില്ലെങ്കിൽ, നാം ഈ വളരെ കഷ്ടപ്പെട്ട് കെട്ടിപ്പടുത്ത ഈ രാഷ്ട്രം, ഈ ജനാധിപത്യ സംവിധാനമെല്ലാം ഇല്ലാതായിത്തീരുന്ന, തകർന്നടിയുന്ന ഒരു ദിവസം വളരെ വൈകാതെ വന്നു ചേരും എന്നാണ്. ഈ മർദ്ദിതരായ മനുഷ്യരുടെ വേദനകൾ, ഈ മർദ്ദിതരായ മനുഷ്യരുടെ ദുരിതങ്ങൾ എപ്പോഴാണ് ഈ രാജ്യത്തിൻ്റെ കെട്ടുറപ്പിനെ ഇല്ലാതാക്കുന്നതെന്ന് പറയാൻ കഴിയില്ല എന്ന മുന്നറിയിപ്പായിരുന്നു മൂന്നാമത്തേത്. അടുത്തത് ഭരണഘടനയെക്കുറിച്ച് തന്നെയാണ്. നമ്മുടെ ഭരണഘടന ഒരുപക്ഷെ ഏറ്റവും മികച്ച ഭരണഘടന ആയിരിക്കാം. പക്ഷേ ആ ഭരണഘടനയ്ക്ക് സ്വയം നടപ്പിലാക്കാൻ കഴിയുന്ന ഒരു സംഗതിയല്ലല്ലോ.
എന്തൊക്കെ പറഞ്ഞാലും ആത്യന്തികമായി ഭരണഘടന ഒരു പുസ്തകം തന്നെയാണ്. ആ പുസ്തകം ഉപയോഗിക്കുന്നവർ കെട്ടവരാണെങ്കിൽ ആ പുസ്തകം എത്ര തന്നെ നല്ലതായാലും അതിൻ്റെ പ്രയോജനമുണ്ടാകില്ല എന്നാണ് അദ്ദേഹം സൂചിപ്പിച്ചത്. ഒരു ഭരണഘടന എത്ര മോശമായിരുന്നാലും അത് ഉപയോഗിക്കുന്നവർ ജനാധിപത്യ ബോധമുള്ള മനുഷ്യരാണെങ്കിൽ ഒരുപക്ഷെ ആ ഭരണഘടന നന്നായി പ്രവർത്തിച്ചെന്നും വരാം. അപ്പോൾ ഭരണഘടന അതിൻ്റേതായ അർത്ഥത്തിൽ ഉൾക്കൊള്ളുകൊണ്ട് അതിൻ്റെ ധാർമ്മികതയെ മനസ്സിലാക്കിക്കൊണ്ട് പ്രവർത്തിക്കാൻ കഴിയുമോ എന്നുള്ള ചോദ്യം. ഭരണഘടന ധാർമ്മികത എന്ന വാക്കാണ് അത് ഉപയോഗിച്ചത്. അത് മതപരമായ ധാർമ്മികതയല്ല, സമൂഹത്തിൽ നിലനിൽക്കുന്ന മുഖ്യധാരാ വിശ്വാസങ്ങളുടെ അടിസ്ഥാനത്തിലുള്ള ബോധ്യങ്ങളുടെ അടിസ്ഥാനത്തിലുള്ള ധാർമ്മികതയല്ല ഭരണഘടനാപരമായ ധാർമ്മികത. അത് വെറുതെ വെള്ളവും വെളിച്ചവുമുള്ള എല്ലായിടത്തും വെറുതെ അങ്ങ് വളരുന്നതല്ല ഭരണഘടനാ ബാധ്യത ധാർമ്മികത എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അത് വളരെ ബോധപൂർവം നമ്മൾ സൃഷ്ടിച്ചെടുക്കേണ്ട ധാർമ്മികതയാണ്. മനുഷ്യനെ തുല്യരായി കാണുവാൻ, മറ്റുള്ളവരുടെ സ്വാതന്ത്ര്യങ്ങളെ അംഗീകരിക്കുവാൻ നമുക്ക് കഴിയുന്ന ഒരു സമൂഹമായി വളരാൻ കഴിയുമോ എന്ന ചോദ്യമാണ്. അഞ്ചാമത്തെ ചോദ്യം ജാതി എന്ന സംഗതിയാണ്. നിങ്ങൾക്ക് ജാതിപരമായ ഒരു സംവിധാനത്തിൻ്റെ കീഴിൽ, ജാതിയുടെ അടിസ്ഥാനത്തിലുള്ള ഒരു വിശ്വാസ പ്രമാണത്തിന് കീഴിൽ ഒന്നും കെട്ടിപ്പടുക്കാൻ കഴിയില്ല എന്ന് അദ്ദേഹം പറഞ്ഞത്. നിങ്ങൾക്കൊരു രാഷ്ട്രം ഉണ്ടാക്കാൻ കഴിയില്ല, നിങ്ങൾക്കൊരു ജനാധിപത്യ സംവിധാനത്തെ അവിടെ ശാശ്വതീകരിക്കാൻ കഴിയില്ല. അതുകൊണ്ട് ഈ ജാതീയമായ വേർതിരിവ് സമൂഹത്തിൽ എന്ന് അവസാനിക്കുന്നോ അന്ന് മാത്രമേ അർത്ഥവത്തായ ജനാധിപത്യം നമ്മുടെ സമൂഹത്തിലുണ്ടാകൂ. ഈ ജാതീയത ഇല്ലാതായില്ലെങ്കിൽ നമ്മുടെ ജനാധിപത്യത്തിൻ്റെ ഭാവി എന്താകുമെന്ന് അദ്ദേഹം ആശങ്കപ്പെടുന്നു. അഞ്ചാമതായി അദ്ദേഹം പ്രകടിപ്പിച്ച ആശങ്ക മെജോറിറ്റേറിയനിസത്തെക്കുറിച്ചാണ്, ഭൂരിപക്ഷ രാഷ്ട്രീയത്തിൻ്റെ സർവാധിപത്യത്തെക്കുറിച്ചാണ്, ഹിന്ദുത്വത്തെക്കുറിച്ചാണ്. ഇന്ത്യ ഒരു ഹിന്ദു രാഷ്ട്രമായി മാറുന്നതായിരിക്കും രാജ്യത്തിന് സംഭവിക്കാൻ പോകുന്ന ഏറ്റവും വലിയ അപകടമെന്നാണ് അംബേദ്കർ തൻ്റെ അവസാനത്തെ പ്രസംഗത്തിൽ, ഭരണഘടനയുടെ അന്തിമ രൂപം അവതരിപ്പിച്ചുകൊണ്ടുള്ള പ്രസംഗത്തിൽ പറയുന്നത്. അടുത്തത് അദ്ദേഹം സ്വാതന്ത്ര്യത്തെക്കുറിച്ചും സമത്വത്തെക്കുറിച്ചുമാണ് ആകുലപ്പെടുന്നത്. സമത്വം സാക്ഷാത്കരിക്കാത്ത ഒരു സമൂഹത്തിൽ സ്വാതന്ത്ര്യം എന്നത് മറ്റുള്ളവരെ അടിച്ചമർത്താനുള്ള ഒരു ഉപകരണമായി പരിണമിക്കും എന്നാണ് അദ്ദേഹത്തിൻ്റെ ആശങ്ക. സമൂഹത്തിൽ എല്ലാവർക്കും സ്വാതന്ത്ര്യമുണ്ട്, പക്ഷെ സമത്വമില്ലെങ്കിൽ ആ സ്വാതന്ത്ര്യം അനുഭവിക്കാൻ കഴിയുക സമ്പന്നതയുടെ അല്ലെങ്കിൽ സാമൂഹ്യ സാഹചര്യത്തിൻ്റെ ആനുകൂല്യങ്ങൾ പറ്റുന്ന വിഭാഗങ്ങൾക്ക് മാത്രമായിരിക്കും. മറ്റുള്ളവർക്ക് ഭരണഘടന ഉറപ്പു നൽകുന്ന, എല്ലാവർക്കും ഉണ്ടെന്ന് പറയപ്പെടുന്ന ഈ സ്വാതന്ത്ര്യം പ്രയോജനപ്പെടുകയില്ല എന്നുള്ളതാണ്. അതുപോലെ തന്നെയാണ് സ്വാതന്ത്ര്യമില്ലാത്ത തുല്യതയും ഏകാധിപത്യത്തിലേക്ക് തന്നെയായിരിക്കും നയിക്കുക എന്ന് അദ്ദേഹം പറയുന്നു. അവസാനമായി അദ്ദേഹത്തിൻ്റെ എട്ടാമത്തെ ആശങ്ക, ആ ആശങ്ക നമ്മുടെ എല്ലാം മുന്നിൽ പണം വിടർത്തി നിൽക്കുകയാണ്. 1950 ജനുവരി 26 നമ്മളൊരു ഭരണഘടനാധിഷ്ഠിത ജനാധിപത്യ സംവിധാനമായി മാറി. ഒരു ജനാധിപത്യ സംവിധാനമായി മാറി. ഈ ജനാധിപത്യ സംവിധാനമായി നമുക്ക് എത്ര കാലം തുടരാൻ കഴിയും എന്ന ആശങ്കയാണ് അദ്ദേഹം പങ്കുവച്ചത്. നമ്മൾ കഷ്ടപ്പെട്ട് പണിയെടുത്ത് നേടിയെടുത്ത ഈ സ്വാതന്ത്ര്യം എത്ര കാലം നിലനിൽക്കും എന്ന ചോദ്യമാണ് അദ്ദേഹം ഉന്നയിക്കുന്നത്. എത്ര കാലം നമ്മുടെ രാജ്യത്തിന് സ്വതന്ത്രമായി തുടരാൻ കഴിയുമെന്നാണ് ആശങ്കപ്പെടുന്നത്. നമ്മൾ ഈ സ്വാതന്ത്ര്യം നിലനിർത്തുമോ? നമുക്കത് ചേർത്തു പിടിച്ച് കൊണ്ടു നടക്കുവാൻ കഴിയുമോ എന്ന ചോദ്യം നിങ്ങളോട് കൂടിയാണ്, എന്നോടും നിങ്ങളോട് കൂടിയാണ്. നമുക്കത് കഴിയുമെന്നുള്ള പ്രതീക്ഷയുള്ള മുഖങ്ങളൊന്നും ഞാൻ കാണുന്നില്ല. അതാണ് വീണ്ടും ആവർത്തിച്ചത്. കഴിയുമെന്നുള്ളൊരു ചിരിയെങ്കിലും ഉണ്ടെങ്കിൽ എന്ന് ആഗ്രഹിക്കുകയാണ്. ആ ചോദ്യം ഒരു വലിയ ചോദ്യചിഹ്നമായി നമ്മുടെ മുന്നിൽ നിൽക്കുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യമാണ് ഇന്ന് നിലവിലുള്ളത്. പല അന്താരാഷ്ട്ര സൂചകങ്ങളും വെച്ച് പരിശോധിച്ചാൽ നമ്മുടെ രാജ്യം ഇന്നൊരു ജനാധിപത്യ രാജ്യമല്ല. പലപ്പോഴും ഒരു വർക്കിംഗ് ഡെമോക്രസി, പ്രവർത്തിക്കുന്ന ഒരു ജനാധിപത്യം എന്ന് പറഞ്ഞാൽ വെറുതെ തെരഞ്ഞെടുപ്പുകൾ നടക്കുന്ന ഒരു ഇടമെന്നല്ല അർത്ഥം. ജനാധിപത്യപരമായ സംവാദങ്ങൾ നടക്കണം. ഒരു നിയമനിർമ്മാണം നടക്കുമ്പോൾ അതിൻ്റെ ഇഴകീറി പരിശോധിക്കുവാൻ നമ്മുടെ നിയമനിർമ്മാണ സഭകൾക്ക് കഴിയണം. പ്രതിപക്ഷത്തിന് അഭിപ്രായങ്ങളുണ്ടെങ്കിൽ അത് പരിശോധിച്ച് അതിൽ മെറിറ്റ് ഉണ്ടെങ്കിൽ അത് ഉൾച്ചേർക്കാൻ കഴിയണം.
രാഷ്ട്രീയമായ സംവാദങ്ങൾക്ക് ഒരു മാന്യത ഉണ്ടാകണം. തെരഞ്ഞെടുപ്പിൻ്റെ പ്രചാരണങ്ങൾക്ക് ഒരു പൊതു രൂപമുണ്ടാവണം. നമുക്ക് ഇതുപോലെ പൊതുവേദിയിൽ മൈക്ക് കെട്ടി നിന്ന് വിളിച്ചു പറയാൻ കഴിയുന്ന കാര്യങ്ങൾ മാത്രമേ ഒരു തെരഞ്ഞെടുപ്പിൽ പ്രചാരണ രംഗത്ത് വിഷയമാകാൻ പാടുള്ളൂ എന്നാണ് ഞാൻ പറയുന്നത്. ഇപ്പോൾ നടക്കുന്നത് എന്താണ്? വാട്സപ്പിലൂടെ, ഫേസ്ബുക്കിലൂടെ, യൂട്യൂബിലൂടെ നമ്മുടെ താല്പര്യങ്ങൾക്കനുസരിച്ച് ഓരോ മനുഷ്യൻ്റെയും വീക്ക്നെസ്സുകൾ കണ്ടെത്തി അതിലൂടെ ഓരോ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്ക് ആവശ്യമായ വിഷം കുത്തി നിറയ്ക്കുന്ന സന്ദേശങ്ങൾ നമ്മുടെ എല്ലാം മൊബൈലുകളിൽ എത്തിച്ചേർന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മളെല്ലാം അങ്ങനെ ഒരു പ്രത്യേക ലോകത്താണ്, ഒരു സൈബർ ലോകത്ത്, നമ്മുടേത് മാത്രമായ ഒരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. മറ്റ് ആശയങ്ങളൊന്നും നമ്മളിലേക്ക് എത്തുന്നില്ല. ഇത് കൃത്യമായി നമ്മളിലേക്ക് ആവശ്യമുള്ള, നമ്മുടെ മനസ്സിനെ കലുഷിതമാക്കാൻ, വിഷമമിപ്പിക്കാൻ ആവശ്യമായ ആശയങ്ങൾ എത്തിക്കുന്നതിനുള്ള സൂക്ഷ്മവേദകമായ സംവിധാനങ്ങളുണ്ട്. ഈ സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണ് അവരത് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മുടെ സാമൂഹ്യ മാധ്യമങ്ങളിൽ നമ്മൾ പങ്കുവയ്ക്കുന്ന വിവരങ്ങൾ, ഒരു സമയത്ത് ഫേസ്ബുക്കിലെ വിവരങ്ങൾ ചോരുകയും ആ വിവരങ്ങൾ ഉപയോഗിച്ച് അമേരിക്കൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിനെ അട്ടിമറിക്കുകയും ചെയ്തു എന്ന് പറഞ്ഞു. അമേരിക്കയിലായതുകൊണ്ട് അത് അറിഞ്ഞു. നമ്മുടെ രാജ്യത്ത് എത്രയോ കാലങ്ങളായി നടക്കുന്നുണ്ടാകാം. അങ്ങനെ വിഷം വമിപ്പിക്കുന്ന സന്ദേശങ്ങൾ നമ്മിലേക്ക് എത്തുന്നു. അത് നമ്മുടെ താല്പര്യങ്ങൾക്കനുസരിച്ചുള്ള പ്രത്യേക മേഖലകളിൽ നിന്നായിരിക്കാം. ഈ സന്ദേശങ്ങളൊന്നും ഇതുപോലെ മൈക്ക് കെട്ടി നിങ്ങളോട് പറയാൻ കഴിയുന്ന കാര്യങ്ങളായിരിക്കില്ല. പക്ഷേ നമ്മുടെ ജനാധിപത്യം പ്രവർത്തിക്കേണ്ടത് പൊതുവായി പറയാൻ കഴിയുന്ന ആശയ മൂല്യബോധങ്ങളിൽ അടിസ്ഥാനപ്പെടുത്തിയായിരിക്കണം എന്നുള്ളതാണ്. അങ്ങനെ പ്രവർത്തിക്കുന്ന ഒരു ജനാധിപത്യമായി ഇന്ത്യ നിലനിൽക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ അവിടെ അഭിപ്രായ സ്വാതന്ത്ര്യത്തെക്കുറിച്ചുള്ള ചോദ്യങ്ങൾ ഉണരും, മാധ്യമ സ്വാതന്ത്ര്യത്തെക്കുറിച്ചുള്ള ചോദ്യങ്ങൾ ഉണരും. ഇന്ന് ഒരുപക്ഷെ മധ്യേഷ്യയ്ക്ക് ശേഷം ഏറ്റവും കൂടുതൽ മാധ്യമപ്രവർത്തകർ കൊല്ലപ്പെടുന്ന ഒരു രാജ്യമാണ് നമ്മുടേത്. എത്രയോ കാലങ്ങളാണ് ഒരു അഭിപ്രായം, ഒരു പ്രസംഗം നടത്തിയതിൻ്റെ പേരിൽ ഒരു ഗവേഷക വിദ്യാർത്ഥി ജയിലിൽ കഴിയുന്നത്. അതിനുശേഷം കോടതി പറഞ്ഞ ഒരു വാചകമുണ്ട്: നമ്മുടെ ഭരണഘടന അനുസരിച്ച് എല്ലാവർക്കും ജീവിക്കാനുള്ള അവകാശമുണ്ട്. ഈ ജീവിക്കാനുള്ള അവകാശത്തിൻ്റെ ഭാഗം തന്നെയാണ് വേഗത്തിലുള്ള വിചാരണ. നമ്മൾ ഒരു കുറ്റം ചെയ്തു എന്ന് ആരോപിക്കപ്പെട്ടാൽ കുറ്റം തെളിയിക്കുന്നവരെ നിരപരാധിയായി കണക്കാക്കാം. അത്രയും വേഗം വിചാരണ നടത്തി കുറ്റം ചെയ്തോ ഇല്ലയോ എന്ന് ഒന്നുകിൽ ജയിലിനകത്താകണം, അല്ലെങ്കിൽ പുറത്തു കിടക്കണം. അതിനുള്ള അവകാശം നമ്മുടെ മൗലിക അവകാശങ്ങളുടെ തന്നെ ഭാഗമാണ്. അങ്ങനെ അനന്തകാലം ജയിലിൽ കിടക്കുകയാണ് എന്നുള്ള കാരണങ്ങൾ കൊണ്ട് തന്നെ അയാളെ ജയിൽ വിമോചിതനാക്കേണ്ടതാണ്. ഇതൊക്കെ ഭരണഘടനയിലെ ജീവിക്കാനുള്ള അവകാശത്തിൻ്റെ ഭാഗമാണ്. ഇതെല്ലാം കോടതി അംഗീകരിച്ചു. പക്ഷേ നിനക്ക് പുറത്തിറങ്ങാൻ സമയമായിട്ടില്ല എന്ന് പറയുന്നത്. 5 വർഷവും 6 വർഷവുമായി ജയിലിൽ കിടന്ന 2 വിദ്യാർത്ഥികളാണ്. ഭീകരപ്രവർത്തനത്തിൻ്റെ പേരിലല്ല, ഇതുപോലെ നിന്ന് പ്രസംഗിച്ചതിൻ്റെ പേരിലാണ്. 6 വർഷം ജയിലിൽ കിടന്ന മനുഷ്യനോട് പറയുകയാണ്, നിങ്ങൾ കിടന്നത് പോരാ, കുറച്ചു കാലം കൂടി കിടക്കണം. എന്നിട്ട് 1 വർഷം കഴിയുമ്പോൾ വന്ന് നോക്കൂ, ജാമ്യം കിട്ടുമോ എന്ന് വന്ന് നോക്കാൻ. കോടതി ചെയ്യാത്ത ചില കാര്യങ്ങളുണ്ട്. ഇവർക്കെതിരെ എന്താണ് തെളിവുകളെന്ന് പരിശോധിക്കാൻ തയ്യാറായിട്ടുണ്ട്. ഇവരെന്ത് അക്രമ പ്രവർത്തനത്തിലാണ് ചേർന്നിട്ടുള്ളതെന്ന് പരിശോധിക്കാൻ തയ്യാറായിട്ടില്ല. UAPA നിയമമാണല്ലോ ചാർത്തിയിരിക്കുന്നത്, ഭീകരപ്രവർത്തന നിയമമാണല്ലോ ചാർത്തിയിരിക്കുന്നത്. ഈ ഭീകരപ്രവർത്തന നിയമമാണെങ്കിൽ പോലും അതിൻ്റെ സെക്ഷൻ 15 അനുസരിച്ച് ഇവർ ചെയ്ത പ്രവൃത്തി ഭീകരപ്രവർത്തനമാണോ എന്ന് പരിശോധിക്കാൻ പോലും കോടതി തയ്യാറായിട്ടില്ല. കാരണം പറയുന്നത് UAPA ആക്ടിൻ്റെ സെക്ഷൻ 435 അനുസരിച്ച് ഒരു കേസുണ്ടോ എന്ന് നോക്കിയാൽ മതി. പ്രഥമ ദൃഷ്ട്യാ കേസുണ്ടോ, അതിൻ്റെ ശരിതെറ്റുകളിലേക്കോ തെളിവുകളുടെ വിശ്വാസ്യതയിലേക്കോ ഒന്നും കടക്കേണ്ട കാര്യമില്ല. ഒരു കേസുണ്ട് എന്ന് പോലീസ് പറഞ്ഞാൽ അത് കേസാണ് എന്നാണ് പറയുന്നത്. അങ്ങനെ പ്രവർത്തിക്കുന്ന ഒരു രാജ്യം ജനാധിപത്യ രാജ്യമാണെന്ന് ഭരിക്കുന്നവർ മാത്രമേ അഭിപ്രായപ്പെടുകയുള്ളൂ. അങ്ങനെ അതുകൊണ്ടൊക്കെ തന്നെയാണ് ആഗോള സൂചികകളിൽ നമ്മുടെ സ്ഥാനം ഒരു ഇലക്ട്രൽ ജനാധിപത്യം എന്ന നിലയിൽ നിന്നും മാറി പ്രവർത്തിക്കുന്ന ജനാധിപത്യമല്ലായിരുന്നു. പിന്നീട് തെരഞ്ഞെടുപ്പ് നടക്കുന്ന ജനാധിപത്യമായി. ഇപ്പോൾ തെരഞ്ഞെടുപ്പ് നടക്കുന്ന ജനാധിപത്യം എന്ന സ്ഥാനത്ത് നിന്ന് പോലും മാറി ഇലക്ട്രൽ ഓട്ടോക്രസി, തെരഞ്ഞെടുപ്പ് നടക്കുന്ന ഒരു ഏകാധിപത്യ രാജ്യമാണ് നമ്മുടേത് എന്ന് ആഗോള സൂചികകൾ പറയും. അപ്പോൾ നമ്മൾ വീണ്ടും അംബേദ്കറെ ഓർക്കുകയാണ്. ഭരണഘടനാ നിർമ്മാണ സഭയിൽ ഭരണഘടനയുടെ അവസാന രൂപം അവതരിപ്പിച്ചുകൊണ്ട് അദ്ദേഹം ഉന്നയിച്ച ആശങ്കകൾ
നമ്മുടെ സമൂഹത്തിൽ യാഥാർത്ഥ്യമായിക്കൊണ്ടിരിക്കുന്നു. മജോറിറ്റേറിയനിസം, ഭൂരിപക്ഷ വർഗീയതയുടെ അടിസ്ഥാനത്തിലുള്ള രാഷ്ട്രീയ അധികാരം നമ്മുടെ രാജ്യത്ത് നിലവിൽ വന്നു കഴിഞ്ഞു. ജനാധിപത്യപരമായ അവകാശങ്ങൾ ഓരോന്നോരോന്നായി നിഷേധിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. വിയോജിപ്പുകൾ പ്രകടിപ്പിക്കുന്നവർ, സത്യം പറയുന്നവർ വർഷങ്ങളായി വിചാരണ പോലും കൂടാതെ ജയിലിനകത്ത് കഴിയുന്നു. ഭരണഘടനയെ സംരക്ഷിക്കേണ്ടത് എന്ന് നമ്മൾ വിചാരിക്കുന്ന, ഭരണഘടനാ ശില്പികൾ വിചാരിക്കുന്ന, അതിൽ രസകരമായ ഒരു കാര്യമുണ്ട്. നമ്മുടെ ഭരണഘടനാ നിർമ്മാണ സഭയിലെ ചർച്ചകളൊക്കെ നടക്കുന്ന സമയത്ത് ഭരണഘടനയിൽ എമർജൻസി അധികാരങ്ങളുണ്ട്, അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാനുള്ള അധികാരങ്ങളൊക്കെ ഉണ്ട്. ഇത് അന്നത്തെ ഒരു സവിശേഷമായ സാഹചര്യത്തിൽ നിലനിർത്തിയതാണ്. രാജ്യത്തിൻ്റെ അഖണ്ഡത തന്നെ ഇല്ലാതാകുമെന്ന് ഭയപ്പെട്ടിരുന്ന ഒരു കാലഘട്ടത്തിൽ അന്ന് ഒരു സംശയം ഈ ഭരണഘടനാ നിർമ്മാണ സഭയിൽ ഒരു അംഗം ഉന്നയിച്ചത്, ഇത് ഭാവി കാലത്ത് ഏതെങ്കിലും ഒരു ഗവൺമെൻറ് ഇത് നമ്മുടെ ജനതയ്ക്കെതിരെ ദുരുപയോഗം ചെയ്യാൻ സാധ്യതയില്ലേ എന്ന ചോദ്യം ഉന്നയിച്ചപ്പോൾ ഭൂരിപക്ഷം ഭരണഘടനാ നിർമ്മാണ സഭാംഗങ്ങളും ചിരിച്ചു തള്ളുകയാണ് ഉണ്ടായത്. ആ ചിരി 1975 വരെ നിന്നു. 75 ആ ചിരി നിന്നു. അന്ന് മനസ്സിലായി നമ്മുടെ ജനതയ്ക്കെതിരെയും ഇതൊക്കെ ഉപയോഗിക്കാൻ എളുപ്പമാണ് എന്ന്. അങ്ങനെയുള്ള ഒരുപാട് ചിരികൾ നിലച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലമാണിത്. ആ നിലച്ചു പോകുന്ന ചിരികൾ വീണ്ടെടുക്കണമെങ്കിൽ നമ്മുടെ ഒരു ജാഗ്രത അനിവാര്യമാണ്. യഥാർത്ഥത്തിൽ ഭരണഘടനയെ ജാഗ്രതയോടെ കാത്തു സൂക്ഷിക്കേണ്ട ഒരു കാവൽക്കാരൻ നമ്മുടെ രാജ്യത്തുണ്ടായിരുന്നു. ഭരണഘടനയുടെ നിതാന്ത ജാഗ്രതയുള്ള കാവൽക്കാരനെന്ന് സ്വയം വിശേഷിപ്പിക്കുന്ന ഒരു സംവിധാനം, അതിൻ്റെ പേര് ഭരണഘടനാ കോടതി എന്നാണ്. ഹൈക്കോടതി, സുപ്രീം കോടതി എന്നൊക്കെ മലയാളത്തിൽ പറയും. ഈ സംവിധാനം പ്രവർത്തിക്കാണ്ടായിട്ടും കുറേ വർഷങ്ങളായി. ഈ സംവിധാനമാണ് 5 വർഷം ജയിലിൽ കിടന്ന മനുഷ്യരോട് നീ കുറച്ച് കാലം കൂടി കിടക്ക്, എന്നിട്ട് നമുക്ക് ആലോചിക്കാം എന്ന് പറഞ്ഞത്. അതിനെക്കുറിച്ച് വിരമിച്ച ഒരു സുപ്രീം കോടതി ജഡ്ജി DY ചന്ദ്രചൂഡ്, ദൈവത്തിൻ്റെ ഇഷ്ടപ്രകാരമാണ് ഞാൻ അയോധ്യ വിധി എഴുതിയെന്ന് പറഞ്ഞ കക്ഷി കഴിഞ്ഞ ദിവസം ഒരു പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ട് പറയുകയാണ്, ഉമർ ഖാലിദിന് ജാമ്യം കൊടുക്കേണ്ടതായിരുന്നു എന്ന്. ഈ മനുഷ്യൻ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആയിരുന്നു. അടുത്ത കാലത്ത് ഏറ്റവും കൂടുതൽ കാലം ചീഫ് ജസ്റ്റിസ്, 2 വർഷത്തോളം ചീഫ് ജസ്റ്റിസ് ആയിരുന്ന മനുഷ്യനാണ്. ആ സമയത്ത് ഒന്നും തോന്നിയില്ല കേട്ടോ. അപ്പോൾ പുറത്തിറങ്ങിയപ്പോൾ പറയുകയാണ് ഉമർ ഖാലിദിന് ജാമ്യം കൊടുക്കേണ്ടതായിരുന്നു. അപ്പോൾ പ്രവർത്തിക്കാതെ ആയിക്കൊണ്ടിരിക്കുന്ന സംവിധാനങ്ങൾ, പാർലമെൻറ്റ് പ്രവർത്തിക്കുന്നില്ല, ബില്ലുകളിന്മേൽ ചർച്ചകൾ നടക്കുന്നില്ല, തോന്നിയതുപോലെ പാസ്സാക്കുന്നു. ജുഡീഷ്യറി പ്രവർത്തിക്കാതായിട്ട് കുറേ വർഷങ്ങളായി. അടിസ്ഥാനപരമായ ഭരണഘടനാ പ്രശ്നങ്ങളൊന്നും അഭിമുഖീകരിക്കുന്നില്ല. ഇലക്ട്രൽ ബോണ്ട് ആയിക്കോട്ടെ, SIR ആയിക്കോട്ടെ, CA ആയിക്കോട്ടെ, പൗരത്വ ഭേദഗതി നിയമം ആയിക്കോട്ടെ, ഇതൊന്നും ഒരുപാട് കാലങ്ങളായി കോടതിക്ക് മുന്നിൽ പെൻഡിങ് എടുക്കുന്നുണ്ടെന്ന് അല്ലാതെ തീരുമാനമെടുത്തിട്ടില്ല. കശ്മീരിനെ സംബന്ധിച്ച വിഷയം വന്നു കഴിഞ്ഞപ്പോൾ ഒറ്റ രാത്രി കൊണ്ട് ഒരു സംസ്ഥാനത്തെ വിഭജിച്ച് 2 കേന്ദ്രഭരണ പ്രദേശങ്ങളാക്കി മാറ്റുന്നതിന് ഭരണഘടനാ സാധുതയുണ്ടോ എന്ന ചോദ്യം ചോദിച്ചപ്പോൾ കോടതി വളരെ രസകരമായ ഒരു കാര്യം ചെയ്തു. ആ ചോദ്യം ഇപ്പോൾ മറുപടി പറയുന്നില്ല എന്ന് പറഞ്ഞു. കാരണം ആ ചോദ്യത്തിന് മറുപടി പറഞ്ഞാൽ അത് റദ്ദ് ചെയ്യേണ്ടി വരും. അതുകൊണ്ട് ഈ ചോദ്യം നമ്മൾ പിന്നീട് പരിശോധിക്കാം. ഗവൺമെൻറ് ഇതിന് സ്റ്റേറ്റ്ഹുഡ്, ഇതിന് സംസ്ഥാന പദവി തിരിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ആ ചോദ്യം ഞങ്ങൾ പരിശോധിക്കുന്നില്ല. ഗവൺമെൻറ്റിന് അപ്രിയമായ കാര്യങ്ങൾ പരിശോധിക്കാതിരിക്കുക, മാറ്റിവെക്കുക, അങ്ങനെ കാര്യങ്ങൾ നടത്തി കൊടുക്കുന്ന സംവിധാനം. മൂന്നാമത്തെ ജനാധിപത്യത്തെ കാത്തുസൂക്ഷിക്കേണ്ട സംവിധാനമായിരുന്നു ഇലക്ഷൻ കമ്മീഷൻ. ഇലക്ഷൻ കമ്മീഷൻ ഇപ്പോൾ എന്താ ചെയ്യുന്നതെന്ന് ഞാൻ വിശദീകരിക്കുന്നില്ല. അടുത്തത് ജനാധിപത്യത്തിൻ്റെ 4ാം തൂണെന്ന് പറയുന്ന മാധ്യമങ്ങൾ രാജ്യത്തെ ഏതാനും കുത്തക കോർപ്പറേറ്റ് കമ്പനികളുടെ കയ്യിലായിട്ട് ഒരുപാട് കാലമായി. അവസാനമായി സ്വതന്ത്ര മാധ്യമ പ്രവർത്തനത്തിൻ്റെ പ്രതീക്ഷയായി നിലനിന്നിരുന്ന ദേശീയ തലത്തിലുണ്ടായിരുന്ന ഏക TV NDTV ആയിരുന്നു. ഈ NDTVയുടെ ഉടമസ്ഥരായ പ്രണവ് റോയിയും രാധിക റോയിയും വലിയ തിരിമറികൾ നടത്തി എന്ന് പറഞ്ഞത് അവർക്കെതിരെ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റ് കേസെടുക്കുകയും അതിൻ്റെ മറവിൽ അദാനി NDTV കൈക്കലാക്കുകയും ഇതാ കഴിഞ്ഞ ആഴ്ച ആ കേസ് നിലനിൽക്കുന്നില്ല എന്ന് പറഞ്ഞ് കോടതി ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റിന് 2 ലക്ഷം രൂപ പിഴ ചുമത്തുകയും ചെയ്തു. അങ്ങനെ മാധ്യമപ്രവർത്തനം അവിടെ അവസാനിച്ചു. സിദ്ദിഖ് കാപ്പൻ്റെ പോലുള്ള ഒരുപാട് അനുഭവങ്ങൾ നമുക്ക് മുന്നിലുണ്ട്. കാശ്മീരിൽ നിന്നുള്ള അനുരാധ ഭാസിൻ്റെ അനുഭവങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. അങ്ങനെ ജനാധിപത്യത്തിൻ്റെ ഓരോ തൂണുകളായി സ്വയം നഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഭരണഘടനയെക്കുറിച്ചും രാഷ്ട്രം എന്ന നിലയിൽ ഇന്ത്യ എന്തായിരിക്കണം എന്ന സങ്കല്പത്തെക്കുറിച്ചും നമ്മൾ ചർച്ച ചെയ്തു എന്നത് തന്നെ വലിയ സന്തോഷം നൽകുന്ന കാര്യമാണ്.
നമ്മുടെ മുഖത്തു നിന്നും 75-ൽ ഒന്ന് മാഞ്ഞ ചിരി വീണ്ടും മാഞ്ഞുകൊണ്ടേയിരിക്കുന്ന ചിരി എന്നെങ്കിലും തിരിച്ചു പിടിക്കാൻ നമുക്ക് കഴിയട്ടെ എന്ന് മാത്രം പ്രത്യാശിച്ചുകൊണ്ട് ഇത്രയും നേരം സംസാരിക്കാൻ എനിക്ക് അവസരം തന്ന ഈ ലൈബ്രറിയുടെ ഭാരവാഹികൾക്കും ഇത് കേൾക്കാൻ തയ്യാറായ പ്രിയപ്പെട്ട നാട്ടുകാർക്കും സഹോദരി സഹോദരന്മാർക്കും നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.